റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മെഴുവേലി ബാബുജി എഴുതിയ അതിരാത്രം എന്ന പ്രേത നോവൽ. കേൾക്കാം, ആസ്വദിക്കാം. ഇത് ഒരു സ്ഫടികം ബുക്സ് പ്രസിദ്ധീകരണം. നമ്മൾ ഇങ്ങനെ പോയാ അങ്ങ് എത്തുമ്പോഴേക്കും നേരം പുലരാറാവുമല്ലോ. ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് മൃദുല പറഞ്ഞത്. അപ്പോള് തനിക്ക് ഇത്ര വേഗം മടുപ്പായി തുടങ്ങിയോ എന്നോടത്തുള്ള യാത്ര? ചിരിച്ചുകൊണ്ട് തന്നെയാണ് ജയശേഖരൻ ഭാര്യയോട് തിരക്കിയത്. യോ, അങ്ങനെയൊക്കെ കരുതുന്നത് കഷ്ടമാകട്ടോ. അവൾ അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തന്നെ അവൻ മുഖം തിരിച്ച് അവൾക്കൊരു ഉമ്മ കൊടുത്തു. ഷോ, അതും ഇതും കാട്ടിയാലോ? വണ്ടി ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടും കേട്ടോ. പകുതി കളിയായും പകുതി കാര്യമായിട്ടാണ് അവൾ പറഞ്ഞത്. ചാടുന്നെങ്കി അങ്ങോട്ട് ചാടും. ഏത് നരകത്തിലേക്കാണെങ്കിലും നീ ഒപ്പമുണ്ടെങ്കിൽ അതെനിക്കൊരു സുഖം തന്നെയാ. വേണ്ട, അരുതാത്തതൊന്നും പറയണ്ട, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ അടുത്തിരിക്കുന്നത്. അവൻ ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. ആ പ്രീമിയർ പത്മിനി വളരെ സാവധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹെഡ്ലൈറ്റുകൾ ഇരുട്ടിന്റെ കോട്ടയിൽ ദ്വാരം വീഴ്ത്തിക്കൊണ്ടുവരുന്നു. ജയശേഖരുടെയും മൃദുലയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 1.5 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ മൃദുലയുടെ വീട്ടിൽ വിരുന്നിന് പോയിട്ട് മടങ്ങി വരികയായിരുന്നു അവർ. വീട്ടിൽ നിന്നിറങ്ങിയപ്പോ തന്നെ ലേറ്റായി. അതിന്റെ ഒപ്പം ജയശേഖറുടെ സ്ലോയിലുള്ള ഡ്രൈവിങ്ങും. ജയശേഖറിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി, സർക്കിൾ ഇൻസ്പെക്ടർ. മൃദുലയ്ക്ക് കെൽട്രോണിൽ ജോലി ഉണ്ടായിരുന്നുവെങ്കിലും ജയശേഖറുടെ നിർദ്ദേശാനുസരണം അവൾ വിവാഹത്തിന് മുമ്പ് തന്നെ അത് റിസൈൻ ചെയ്തു. മാനത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് ജയശേഖരോ മൃദുലയോ അറിഞ്ഞില്ല. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പറഞ്ഞ് രസിച്ചിരിക്കുകയായിരുന്നു അവർ. പ്രകൃതിയിൽ ക്രമേണ മാറ്റങ്ങൾ ഉണ്ടാകുകയായിരുന്നു. മഴയുടെ ആരംഭത്തിന് എന്ന വണ്ണം ചെറിയ തോതിൽ കാറ്റ് ജന്മം കൊള്ളുവാൻ തുടങ്ങി. ക്രമേണ അതിന് ശക്തി പ്രാപിച്ചു. മഴത്തുള്ളികൾ ഗ്ലാസിൽ ചെറുകല്ലുകൾ കണക്കെ തെറിച്ചു വീണു. നാശം. മഴയും തുടങ്ങി. ജയശേഖർ പെറുപെറുത്തു. മൃദുല പക്ഷെ ഒന്നും പറഞ്ഞില്ല. മഴയെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നി. മഴയുടെയും കാറ്റിന്റെയും ശക്തി ഏറി വന്നു. ഉടനെ സ്ട്രീറ്റ് ലൈറ്റുകൾ അണഞ്ഞു. കറണ്ടും പോയി. ജയശേഖർ കാറിന്റെ വേഗത അല്പം കൂട്ടി. എന്നാൽ പിന്നീടുള്ള പാത നിറയെ ഗട്ടറുകൾ നിറഞ്ഞതായിരുന്നു. അതിനാൽ വേഗത കുറയ്ക്കേണ്ടി വന്നു. തുള്ളിക്കൊരു കുടം എന്ന കണക്കിലായി മഴയുടെ ശക്തി. റോഡിൽ ഗട്ടറുകൾ നിറഞ്ഞ് ജലം പരന്നൊഴുകി. വൈപ്പറുകൾക്ക് ഗ്ലാസിൽ വീഴുന്ന ജലത്തുള്ളികൾ തുടച്ചു നീക്കാനുള്ള കരുത്ത് കുറഞ്ഞു വന്നു. നാശം. ജയശേഖർ കൈകൊണ്ട് ഗ്ലാസ് തുടച്ചു നോക്കി. എന്നിട്ടും റോഡ് ശരിക്ക് കാണാനാവുന്നില്ല. അല്പം വീതിയുള്ള ഒരു സ്ഥലത്ത് അവൻ കാർ അടുത്തേക്ക് ചേർത്തിട്ടു. മഴ കഴിയാതെ ഇനി പോകാൻ കഴിയുമെന്ന് തോന്നില്ല. അത് മതിയെന്നേ മൃദുല മന്ത്രിച്ചു. അവൻ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ട് പാർക്ക് ലൈറ്റുകൾ തെളിച്ചു. പിന്നെ ഭാര്യയെ തന്നിലേക്ക് ചേർത്ത് അമർത്തിപ്പിടിച്ചു. അവളുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഇളം ചൂട് വളരെ സുഖമുള്ള ഒരു അനുഭവമായി അവന് തോന്നി. അടുത്തെങ്ങും ഒരു വീട് പോലുമില്ല. അവൻ അവളെ ഒന്നുകൂടെ ഇറുകെ പുണർന്നു. ഹൂ, എന്തൊരു ഇടിയായിരുന്നു! കാറ് തെറിച്ചു പോകുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. ഭർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മൃദുല പറഞ്ഞു. അവൾ ആകെ ഭയന്നു പോയെന്ന് ആ ശബ്ദത്തിലെ വിറയലിൽ നിന്നും ജയശേഖർ മനസ്സിലാക്കി. ഏയ്, എന്താ ഇങ്ങനെ? ചില കൊച്ചുകുട്ടികളെ പോലെ. അപ്പോൾ ഉണ്ടായ ഒരു മിന്നലിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ തിരക്കിയത്. എനിക്ക് പണ്ട് മുതലേ ഇടിവെട്ടുന്നത് കേൾക്കുമ്പോ പേടിയാ. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുണ്ടായിരുന്നു അവളിൽ. അവൻ അവളുടെ തോളിൽ തട്ടി. സ്റ്റിയറിംഗ് വീലിൽ പിന്നിൽ നിന്ന് മാറി അവളിലേക്ക് കുറെ കൂടി ചേർന്നിരുന്ന് അവളെ ഇറുകെ പുണർന്നു. പുറത്തു പക്ഷേ രുദ്രതാണ്ഡവം തുടരുകയായിരുന്നു പ്രകൃതി. പൊടുന്നനെ കാർ സ്റ്റാർട്ടായി. അത് അപകടകരമായ വേഗത്തിൽ മുമ്പോട്ട് കുതിച്ചു. ജയശേഖരും മൃദുലയും കിടുങ്ങിപ്പോയി. മൃദുലയുടെ തൊണ്ടയിൽ ഒരു നിലവിളി മരിച്ചു വീണു. പൊടുന്നനെ ഉണ്ടായ ആമ്പരപ്പിൽ നിന്നും മോചിതരായില്ല അവളും ജയശേഖറും. ഹെഡ്ലൈറ്റുകളിൽ തീയെരിച്ചുകൊണ്ട് കാറ്റിനേക്കാൾ വേഗത്തിൽ പായുകയാണ്. ജയശേഖർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളിനെ തുറച്ചു നോക്കി. പുരുഷനോ സ്ത്രീയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഇരുണ്ട രൂപം. നിർത്തട റാസ്കൽ, കാർ! എന്നാൽ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അയാളെന്ന് തോന്നി. ഒന്നും പറഞ്ഞില്ല. കോപാകുലനായ ജയശേഖർ കൈ ചുരുട്ടി അയാളെ തലക്കടിച്ചു.
പക്ഷേ ജയശേഖരുടെ മുഷ്ടി മുന്നോട്ട് പോയതേയുള്ളൂ. ആരുടെയും ശരീരത്തിൽ സ്പർശിച്ചില്ല. വിശ്വാസം വരാഞ്ഞ വീണ്ടും അവൻ ഒരിക്കൽ കൂടി തുറച്ചു നോക്കി. ഒരാൾ സ്റ്റിയറിംഗ് വീലിന് പിന്നിലുണ്ട്. ജയശേഖർ പിന്നെയും അടിച്ചു. എന്നാൽ ഇത്തവണ സ്റ്റിയറിംഗിലാണ് കൈ ചെന്ന് മുട്ടിയത്. അയാൾക്ക് തല കറങ്ങി. താൻ ഇന്ന് വരെ സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത ഒരു പ്രതിഭാസമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞു. അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ആരോ ആണ് കാർ ഓടിക്കുന്നത്. ജയേട്ടാ, മൃദുല ഭീതിയോടെ വിളിച്ചു. മൂന്നാമതും പരീക്ഷിച്ച ജയശേഖരന് കാര്യം വ്യക്തമായി. തന്റെ സങ്കല്പത്തിനും അതീതമായത് എന്തോ ആണ് നടക്കുന്നത്. കൈക്കെടുത്തുകൊണ്ട് ഈ ശക്തിയെ നേരിടാനാവില്ല. അവർക്ക് അജ്ഞാതമായ ഏതോ വൃത്തികെട്ട വഴികളിലൂടെ പായുകയാണ് കാർ. കൊടും വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലായിടത്തും കാറിന് ഒരേ വേഗത തന്നെയാണ്. വളവുകളൊക്കെ എത്ര അനായാസമായാണ് കാർ തിരിഞ്ഞു പോകുന്നത്. മുന്നിലെ വഴി മഴ കാരണം ഒട്ടും വ്യക്തമല്ലെങ്കിൽ കൂടി സ്വയം അറിയുന്നത് പോലെയാണ് കാറിന്റെ പോക്ക്. കനത്ത തണുപ്പിലും ജയശേഖരനും മൃദുലയും വിയർപ്പിൽ കുളിച്ചു. ഇത് തങ്ങളുടെ അന്ത്യയാത്രയാണെന്ന് അവർക്ക് തീർച്ചയായി. ജയശേഖരുടെ ധൈര്യം മുഴുവൻ ചോർന്നു പോയിരുന്നു. അവസാനിക്കുകയാണ് എല്ലാം. അവൻ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. കാർ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അറ്റുപോയതുപോലെ പിൻസീറ്റിൽ ജയശേഖറും മൃദുലയും. അവസാനം കാർ നിന്നു. ചകിതഭാവത്തിൽ അവർ ഇരുവരും പുറത്തേക്ക് നോക്കി. അപ്പോഴേക്കും ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. ഒപ്പം മുന്നിലെ ഡോർ തുറന്നടഞ്ഞു. ആരോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ചുറ്റും കനത്ത അന്ധകാരം. ഒരു മിന്നൽ പോലുമില്ല. മൃദുല, അവൻ വിളിച്ചു. അവളൊന്ന് മൂളി. എന്ത് വരുന്നത് പോലെ വരട്ടെ, ഏതു വിധേനയും നേരിടാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. അവളിൽ നിന്നും ഉത്തരം കിട്ടിയില്ല. അവൻ പ്രതീക്ഷിച്ചുമില്ല. പൊടുന്നനെ ഏതാനും അടി അകലെ ഒരു വെളിച്ചം കണ്ടു. ആരോ അങ്ങോട്ട് വരികയാണ്. കയ്യിൽ റാന്തൽ വിളക്കുണ്ട്. മഴക്കോട്ട് പോലെ എന്തോ ധരിച്ച ഒരാളാണത് എന്ന് തോന്നി. വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ രൂപം തലയിൽ ഒരു വലിയ തൊപ്പി വെച്ചിരിക്കുന്നത് കണ്ടു. മഴയത്ത് പിടിച്ചിട്ടും വിളക്ക് അണയുന്നില്ല എന്നതാണ് ഏറെ രസകരമായ വസ്തുത. ആ രൂപം കാറിനടുത്തെത്തി. ഇറങ്ങി വാ. ഗ്ലാസുകൾ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നിട്ടും ആ ശബ്ദം മഴയുടെ ഒച്ചയെയും കടന്ന് കാറിനുള്ളിൽ വരെ വ്യക്തമായി കേട്ടു. മൃദുല ജയശേഖരുടെ കയ്യിൽ പിടിമുറുക്കി. കാറിന്റെ ഗ്ലാസ്സിലൂടെ ജയശേഖർ ആ രൂപത്തെ ഉറ്റുനോക്കി. ആരിലും ഭീതി ഉണർത്തുന്ന രൂപം. നെടുങ്കൽ കുപ്പായവും തൊപ്പിയും. മുഖത്തിന്റെ പകുതി ഭാഗം വരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. കണ്ണുകൾ രണ്ട് തീക്കനലുകൾ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇറങ്ങി വരാൻ. ഒരിക്കൽ കൂടി ആ ശബ്ദം കേട്ടു. യാന്ത്രികമായി അവർ ഇറങ്ങി. വാ. ആ രൂപം വഴികാട്ടി മുന്നിൽ നടന്നു. ജയശേഖർക്കും മൃദുലയ്ക്കും അത്ഭുതമേറി. തങ്ങളുടെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴുന്നില്ല. എന്നാൽ മഴ തകർത്തു പെയ്യുന്നുണ്ട് താനും. അത് പക്ഷേ തങ്ങളുടെ മുകളിൽ അദൃശ്യമായ ഒരു കുട പിടിച്ചിട്ടുള്ളതുപോലെ ചുറ്റും ചിതറി വീഴുകയാണ്. ഏതാനും വാര നടന്നു കഴിഞ്ഞപ്പോൾ മുന്നിൽ ഇരുളിന്റെ വലിയൊരു കട്ട കണ്ടു. അതൊരു കെട്ടിടമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ രൂപം അതിന്റെ വരാന്തയിൽ കയറി. വന്നോളൂ. ഇപ്പോൾ ആ ശബ്ദം ഒരു സ്ത്രീയുടേതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇരുവരും വരാന്തയിൽ നിന്നുള്ള വലിയ വാതിലിന് മുന്നിലെത്തി. അത് മലർക്കെ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് കയറിയതും പെട്ടെന്ന് വാതിൽ വലിയൊരു ശബ്ദത്തോടെ തനിയെ അടഞ്ഞു. ഇടുങ്ങിപ്പോയി അവർ. തിരിഞ്ഞ് വാതിലിന് നേരെ നോക്കുമ്പോ മുന്നിൽ നിന്നും മിന്നായം പോലെ ആ രൂപം അപ്രത്യക്ഷമായത് അവർ അറിഞ്ഞില്ല. വിളക്ക് മാത്രം അവിടെ അവശേഷിച്ചു. അതൊരു പൊടി പിടിച്ച പഴയ മേശപ്പുറത്തിരിക്കുകയായിരുന്നു. ഭീതിയോടെ അവർ ചുറ്റും നോക്കി. തങ്ങളെ ആനയിച്ചു കൊണ്ടുവന്ന ആളിനെ കാണാനേയില്ല. ഏയ്, നിങ്ങൾ എവിടെ പോയി? ജയശേഖർ ശബ്ദമുയർത്തി വിളിച്ചു. ആ ശബ്ദം ആയിരമായിരമായി മുറിയിൽ മാറ്റൊലി കൊണ്ടു. അടുത്ത നിമിഷം കനത്ത ചിറകടി ഒച്ചകൾ കേട്ട് ഇരുവരും മുകളിലേക്ക് നോക്കി. മച്ചിൽ തൂങ്ങിക്കിടന്നിരുന്ന നൂറുകണക്കിന് വാവലുകൾ ഇളകി പറന്നു വന്നു. ഇരുട്ടിന്റെ ചെറിയ കട്ടകൾ കണക്കെ. അവയിൽ തീപ്പൊരികൾ പോലെ തോന്നിക്കുന്ന കണ്ണുകൾ. അല്പനേരം കഴിഞ്ഞ് അവ വീണ്ടും മച്ചിൽ തൂങ്ങിക്കിടന്നു. ജയശേഖരുടെ കണ്ണുകൾ മേശയിൽ ഉടക്കി. അവിടെ പഴയകാലത്തെ മെഴുകുതിരി സ്റ്റാൻഡുകളും അവയിൽ ഉറപ്പിച്ചിരിക്കുന്ന വലിയ മെഴുകുതിരികളും കണ്ടു. കീശയിൽ നിന്നും ലൈറ്റർ എടുത്ത് അവൻ അവയിൽ ഒന്നിലേക്ക് തീ പകർന്നു. 40 വാട്ട്സിന്റെ ഒരു ബൾബ് കത്തിയതുപോലെയുള്ള പ്രകാശം മുറിയിലുണ്ടായി. ഇപ്പോൾ മുറി വളരെ വ്യക്തമായി കാണാം. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു കൊട്ടാരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പക്ഷെ നൂറ്റാണ്ടുകളായി അത് ഉപയോഗിക്കാതെ കിടന്നതുപോലെ.
വിലപിടിപ്പുള്ള സിംഹാസനങ്ങളും മറ്റു ഉരുപ്പടികളും എല്ലാം പൊടി പിടിച്ച അലങ്കോലമായിരുന്നു. മച്ചിൽ 7 തലകളുള്ള ഒരു ശരറാന്തൽ, അതിലെല്ലാം വാവലുകൾ തൂങ്ങിക്കിടക്കുന്നു. എല്ലാ വാവലുകളുടെയും ശ്രദ്ധ തങ്ങളിലാണെന്ന് അവൻ അറിഞ്ഞു. തങ്ങളിൽ നിന്നും അനാവശ്യമായ ഒരു ചലനം ഉണ്ടായാൽ ആക്രമിക്കുവാൻ അവ തയ്യാറെടുത്ത് കഴിയുന്നത് പോലെ. അവരുടെ സിരകളിലെ രക്തം തണുത്തുറഞ്ഞു. ജേട്ടാ, നമുക്ക് എങ്ങനെയും എവിടെ നിന്ന് പോകാം, മൃദുല വാവലുകളിൽ നിന്നും കണ്ണുകൾ പിൻവലിക്കാതെ പറഞ്ഞു. അത്ര വേഗം അതിന് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മൃദുലെ? കഴിഞ്ഞ നിമിഷം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറന്നുപോയോ നീ? അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അറിയിച്ചു. ഒരു കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസം തോന്നുന്നു. നമുക്കിവിടെ ആപത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോ ഇവിടെ തന്നെ താമസിക്കാമെന്നാണോ ചേട്ടൻ പറയുന്നത്? ഈ രാത്രി പുലരും വരെയെങ്കിലും നമ്മൾ ഇവിടെ കഴിഞ്ഞേ പറ്റൂ. നേരം പുലരാതെ ഈ സ്ഥലം ഏതെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാനാവില്ല. ആ മെഴുകുതിരിയിൽ നിന്നും ഒരു തരം സുഗന്ധം വരുന്നുണ്ടെന്ന് അവർ അറിഞ്ഞു. ഏതെങ്കിലും ഒരു പ്രത്യേക തരം മൃഗക്കൊഴുപ്പ് കൂടി ചേർത്തുണ്ടാക്കിയതായിരിക്കും അതെന്ന് അവർക്ക് തോന്നി. തിരികെ വീട്ടിലെത്തിയിട്ട് രാത്രി ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയിരുന്നതിനാൽ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. വിശപ്പിനെ കുറിച്ച് ജയശേഖർ ഓർത്തതേയുള്ളൂ. രുചികരമായ മാംസത്തിന്റെ ഗന്ധം ഒഴുകി വന്നു. ആദ്യം അത് ആ തിരിയിൽ നിന്ന് ഉണ്ടാകുന്നതാണോ എന്ന് സംശയിച്ചെങ്കിലും അല്ലെന്ന് ബോധ്യമായപ്പോൾ അവൻ മൃദുലയെ നോക്കി. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മെ ഇവിടെ കാത്തിരിപ്പുണ്ടാവും. അതുകൊണ്ട് എന്തു കണ്ടാലും പതറരുത്. അവൻ മറ്റൊരു മെഴുകുതിരിക്കാൽ എടുത്തു. അതിൽ കടും ചുവപ്പ് നിറത്തിലുള്ള തിരിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്കും തീ പകർന്ന് മൃദുലയെയും കൂട്ടി മെഴുകുതിരിയുമായി അവൻ മുന്നോട്ട് നടന്നു. 1-2 മുറികൾ പിന്നിട്ടു. എല്ലാം പഴയ രൂപത്തിലുള്ള മുറികൾ, ഫർണിച്ചറുകൾ, ഭിത്തികളിൽ നിറം മങ്ങിയ ചിത്രങ്ങൾ. അങ്ങനെ ഒരു മുറിയിലേക്ക് കാൽകുത്തിയ അവർ അത്ഭുത സ്തബ്ധരായി. വിശാലമായ ഒരു തീൻമുറിയായിരുന്നു അത്. ചിത്രപ്പണികളുള്ള മേശയും ചുറ്റും കസേരകളും, അവയെല്ലാം കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അടുത്ത സമയത്ത് ആരോ തുടച്ചു വൃത്തിയാക്കിയതുപോലെ. മാത്രമല്ല, മേശപ്പുറത്ത് ആവി പറക്കുന്ന ഭക്ഷണങ്ങൾ. ജയശേഖർ അവയെടുത്ത് രുചിച്ചു നോക്കി. ആഹാ, ഇത്ര രുചിയുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല മൃദുലെ. വേണ്ട ചേട്ടാ, കഴിക്കണ്ട. വല്ല വിഷവും ഉള്ളതാണോ എന്ന് എങ്ങനെ അറിയും? ഇവിടെ താമസക്കാരുണ്ട്. നമ്മുടെ മുന്നിൽ വരാതെ ഒളിഞ്ഞു നിൽക്കുക. നമ്മളെ കൊല്ലാൻ വേണ്ടി ഇവിടെ കുടുക്കിയതാ. പക്ഷെ എന്തോ ജയശേഖർക്ക് അവൾ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയാത്തതുപോലെ. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ മേശയുടെ അങ്ങേയറ്റത്ത് കാറ്റിൽ പറന്നു പോകാതെ ഭാരം വെച്ചിരിക്കുന്ന എന്തിലോ പതിഞ്ഞു. മെഴുകുതിരിക്കാൽ മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ ചെന്നത് എടുത്തു. ബിർച്ച്ട്രീയുടെ ഇല പോലെ തോന്നിക്കുന്ന ഒന്നായിരുന്നു അത്. മെഴുകുതിരിയുടെ വെളിച്ചത്തിലേക്ക് നീട്ടിപ്പിടിച്ചപ്പോൾ അതിൽ എന്തോ ഒരു തരം മഷി കൊണ്ടോ അതല്ലെങ്കിൽ ഏതോ ചെടിയുടെ കറ കൊണ്ടോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു. മക്കളെ, ഈ വരവ് അനിവാര്യമാണ്, വിധിയാണ്. എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇവിടെ വരാതിരിക്കാനാവില്ലായിരുന്നു. പൂർത്തിയാകാതെ ബാക്കി കിടക്കുന്ന കർമ്മങ്ങൾ നിങ്ങളാൽ പൂർത്തിയായേ പറ്റൂ. അതാണ് കാലം എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സർവ്വസ്വതന്ത്രരാണ്. ഈ കൊട്ടാരത്തിനുള്ളിൽ വെച്ച് നിങ്ങൾക്ക് യാതൊരു ആപത്തും സംഭവിക്കുകയില്ല. ഭക്ഷണം കഴിക്കുക. എന്നിട്ട് 2ാം നിലയിൽ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുക. അത്രയും മാത്രമേ അതിൽ എഴുതിയിരുന്നുള്ളൂ. ജയശേഖർ അത് ഉറക്കെ വായിച്ചപ്പോൾ മനസ്സിൽ ഒരു പിടപ്പുണ്ടായ അനുഭവമാണ് മൃദുലയ്ക്കുണ്ടായത്. ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യം. ജയശേഖർ ഇരുന്നു കഴിഞ്ഞു. പിന്നെ തൊട്ടടുത്ത കസേരയിൽ ഭാര്യയെയും പിടിച്ചിരുത്തി. കഴിക്കടി. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല ചേട്ടാ. ഇത് സാരമില്ല, അല്പമെങ്കിലും കഴിക്കേ. അവൻ തിന്നു തുടങ്ങിയിരുന്നു. റൊട്ടി പോലെയുള്ള ഒരു തരം പലഹാരം. അത് പക്ഷെ ഇന്നത്തെ കാലത്ത് കിട്ടാത്തതാണെന്ന് ജയശേഖർക്ക് ഉറപ്പായി. പണ്ട് കാലത്ത് ഏതോ ധാന്യം കുത്തിപ്പൊടിച്ച് ഉണ്ടാക്കിയെടുത്തതുപോലെ. പിന്നെ ഉണ്ടായിരുന്ന ഉണക്കിറച്ചി തീക്കനലിന് മുകളിൽ വെച്ച് ചുട്ടെടുത്തതായിരുന്നു. എരിവൊക്കെ കൃത്യമായി ചേർത്തത്. ചെറു ചൂടോടുകൂടിയായപ്പോൾ രുചി ഒന്ന് വേറെ തന്നെയായിരുന്നു. അടുത്തത് തടിപ്പാത്രത്തിൽ നിറയെ വീഞ്ഞ്. മുന്തിരിയാണോ അതോ വേറെ എന്തെങ്കിലും ഫലവർഗ്ഗങ്ങളാണോ? സ്കോച്ച് വിസ്കിയേക്കാൾ ജയശേഖർക്ക് അത് ഇഷ്ടമായി. ആസ്വദിച്ച് അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവളും അല്പം രുചിച്ചു. പിന്നെ തീറ്റയും തുടങ്ങി. നല്ല 1-ാം തരം വീഞ്ഞ, അല്പം കഴിക്കുന്നോ? അവൻ ചിരിച്ചുകൊണ്ട് തിരക്കി. ആ മുഖഭാവത്തിൽ നിന്നും അവന് ലഹരി പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് ബോധ്യമായി.
കുടിക്കും മോളെ, നീ ബിയർ കുടിച്ചിട്ടുണ്ടല്ലോ. അവൻ പാത്രം അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. പിന്നെ മൃദുലയും മടിച്ചില്ല. രണ്ടു മൂന്ന് കവിൾ അകത്താക്കി. വല്ലാത്തൊരു സുഖം, ശരീരത്തിന് ഭാരം കുറഞ്ഞു വരുന്നത് പോലെ. ഇനി നമുക്കായി ഒരുക്കിയിരിക്കുന്ന മുറി പോയി നോക്കാം. 2ാം നിലയിലാണെന്നല്ലോ എഴുതിയിരിക്കുന്നത്. മെഴുകുതിരി സ്റ്റാൻഡും എടുത്തുകൊണ്ട് അവൻ എണീറ്റപ്പോൾ അല്പം വീച്ചുപോയി. താഴെ വീഴല്ലേ? ചിരിച്ചുകൊണ്ട് അവൾ അവനെ കയറി പിടിച്ചു. വീഞ്ഞകത്ത് ചെന്നതോടെ അവളുടെ ഭീതിയും ഓടി ഒളിച്ചു കഴിഞ്ഞിരുന്നു. ആ സ്ഥാനത്ത് ധൈര്യവും സന്തോഷവും വന്നു ചേർന്നു. കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവർ തടി കൊണ്ടുണ്ടാക്കിയ ഗോണിപ്പടി കയറി 2ാം നിലയിലെത്തി. ഒരുപാട് മുറികൾ. അതിൽ ഏതാവും തങ്ങൾക്കുള്ളത്? ഓരോ മുറിയും കയറി ഇറങ്ങിയ അവർ അവസാനം നിന്നു. കമനീയമായി ഒരുക്കിയ ഒരു മുറി, തീൻമുറി പോലെ വൃത്തിയും വെടുപ്പും. വീതിയും നീളവും ഏറെയുള്ള കട്ടിൽ, പട്ടിൽ പൊതിഞ്ഞ മെത്തയും ഉരുളൻ തലയണകളും മേശയും കസേരയും. ഭിത്തിയിൽ ആൾവലിപ്പമുള്ള കണ്ണാടി. അതിൽ അവർ തങ്ങളുടെ പ്രതിരൂപങ്ങൾ കണ്ടു. അവൻ മെഴുകുതിരി മേശപ്പുറത്ത് വെച്ചു. കൊള്ളാം, അടിപൊളി അല്ലേ മൃദുലെ? അവൻ അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. ഈ വലിയ കൊട്ടാരത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രം. പെട്ടെന്നാണ് ആ കണ്ണുകൾ അതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഭിത്തിയുടെ ഒരു ഭാഗത്ത് തൂക്കിയിരുന്ന 2 ചിത്രങ്ങളിൽ പതിഞ്ഞത്. നോക്കൂ മൃദുലെ, അവൻ കൈ ചൂണ്ടി. അത് കണ്ടോ നീ? അവളും അങ്ങോട്ട് നോക്കി. ആശ്ചര്യം നിറഞ്ഞ ഒരു ശബ്ദം ആ കണ്ടത്തിൽ നിന്ന് ഉയർന്നു. അത് നമ്മുടെ പടങ്ങളല്ലേ? അങ്ങനെ തോന്നുന്നു. അവർ എണീറ്റ് അവിടേക്ക് ചെന്നു. അവളുടെ അതേ ചിത്രങ്ങളായിരുന്നു അത്. വേഷത്തിൽ മാത്രമുണ്ട് നല്ല മാറ്റം. ജയശേഖർ ഒരു പൊന്നാട പുതച്ചിരുന്നു. അല്പം നീട്ടിയ തലമുടിയും പിരിച്ചു വെച്ചിരിക്കുന്ന മീശയും, കഴുത്തിൽ സ്വർണ്ണരുദ്രാക്ഷത്തിന്റെ മാല. മൃദുലയാണെങ്കിൽ കസവുമുണ്ടും നീരിതും ഉടുത്തിരിക്കുന്നു. ചുരുണ്ടു നീണ്ട തലമുടി, ചുവന്ന കല്ലുള്ള ഒരു മൂക്കുത്തി, കഴുത്തിൽ രത്നങ്ങൾ പതിപ്പിച്ച മാല, കാതുകളിൽ കല്ലുള്ള കമ്മൽ, കയ്യിലും കല്ലു പതിപ്പിച്ച വളകൾ. ഒന്നും മനസ്സിലാകാതെ അവർ മുഖാമുഖം നോക്കി. ഞാൻ ഇന്ന് വരെ ഇത്തരം വേഷം ധരിച്ചിട്ടില്ലല്ലോ ചേട്ടാ. എന്നിട്ടും എന്റെ കാര്യത്തിലും അത് തന്നെയാണ് മൃദുലെ. ഞാനും ചിന്തിക്കുന്നത് അത് തന്നെയാണ്, അവനും പറഞ്ഞു. തങ്ങൾ കഴിച്ച വീഞ്ഞിന്റെ വീര്യം ഒരു നിമിഷം കൊണ്ട് ആവിയായി പോയത് അവർ അറിഞ്ഞു. ഈ ഫോട്ടോകളിൽ എന്ത് ദുരൂഹതയാണുള്ളത്? ഫോട്ടോയുടെ അടിയിൽ പേരുണ്ട്. അവൻ കൈ ചൂണ്ടി. വിഷ്ണു തമ്പുരാൻ, മായ തമ്പുരാട്ടി. വായിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ഇത് പഴയ ഏതോ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ചിത്രങ്ങളാണ്. ഒക്കെ നമുക്ക് വെറുതെ തോന്നിയതാ. നമ്മുടെ രൂപഭാവങ്ങൾ തോന്നുന്നത് തികച്ചും യാദർശികം. എന്നാൽ ഫോട്ടോയ്ക്ക് താഴെ ഒരു പീഠത്തിൽ ഒരു കെട്ട് ഇലകൾ, തീൻമുറിയിലെ മേശയിൽ കണ്ടതുപോലെയുള്ള ഇലകൾ. അത് എന്തോ ഒരു തരം വള്ളികൾ കൊണ്ട് കോർത്ത് കെട്ടിയിരിക്കുകയായിരുന്നു. വിറകൊണ്ട വിരലുകൾ കൊണ്ട് ജയശേഖർ അതെടുത്ത് മേശപ്പുറത്ത് മെഴുകുതിരിക്കരികിൽ കൊണ്ടുവന്നു വെച്ചു. ഒരു താളിയോല ഗ്രന്ഥം പോലെ അതവിടെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുറപ്പ്. ആദ്യത്തെ ഇലയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ജയശേഖരനും മൃദുലയ്ക്കും. അത് വായിച്ചിട്ട് അവൻ അവളെ നോക്കി. ജിജ്ഞാസ പൂണ്ടു നിൽക്കുകയായിരുന്ന അവളും കസേരയിലിരുന്നു. വായിച്ചേ ചേട്ടാ, ഒന്നും വിട്ടുപോകാതെ വായിച്ചേ. അവൻ തുടർന്ന് വായിച്ചു. നിങ്ങൾ ഒരു ദിവസം ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ എത്താതിരിക്കാൻ കഴിയില്ല. പക്ഷേ അതിന് 1 നൂറ്റാണ്ടിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ലെന്ന് എനിക്കറിയാം. കാരണം മാനവേദൻ എന്ന പേരിൽ യദുസിംഹൻ പുനർജനിച്ചു കഴിഞ്ഞു. അവൻ മരിക്കും മുമ്പ് നിങ്ങൾ ഇവിടെ എത്തിയേ പറ്റൂ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ ചിത്രങ്ങളാണ് ഭിത്തിയിലുള്ളത്. അന്ന് നിങ്ങൾ മായ തമ്പുരാട്ടിയും വിഷ്ണു തമ്പുരാനുമായിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ 2 ദീപങ്ങൾ. അത്രയും വായിച്ചു കഴിഞ്ഞിട്ട് ജയശേഖർ നിർത്തി. ഭിത്തിയിലെ തങ്ങളുടെ ഫോട്ടോകളിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. മൃദുലയുടെ മാറിടം വല്ലാതെ ഉയർന്നു താഴുകയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ താൻ തമ്പുരാട്ടിയോ? ജയേട്ടൻ തമ്പുരാനോ? ഈ ആധുനിക യുഗത്തിൽ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? പുനർജന്മം എന്നൊന്നുണ്ടോ? ജയശേഖർ വായിക്കുന്നത് കേട്ടാണ് അവൾ ചിന്ത വിട്ടുണർന്നത്. വരും ജന്മത്തിലെ നിങ്ങളുടെ പേരുകൾ പോലും ഇപ്പോഴേ ഞാൻ അറിയുന്നു. ജയശേഖർ, മൃദുല. ഇനി ഇത് മുഴുവൻ വ്യക്തമായി വായിക്കുക. നിങ്ങൾ ആരാണെന്ന് അറിയുക. ഈ ജന്മത്തിൽ പ്രധാനമായി ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുക.
എല്ലാത്തിനെക്കുറിച്ചും ഇതിൽ വ്യക്തമായി എഴുതുന്നുണ്ട്. ജയശേഖർ ആദ്യത്തെ ഇല മറിച്ചിട്ട് വാച്ചു നോക്കി. സമയം 1 മണി. ആ നിമിഷം കൊട്ടാരത്തിൽ എവിടെയോ ഒരു ക്ലോക്ക് ശബ്ദിച്ചു. കൊട്ടാരത്തിൽ ജയശേഖറും മൃദുലയും തങ്ങൾക്ക് ലഭിച്ച മുറിയിലിരുന്ന് ആ ഇലയിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ വായിക്കുകയായിരുന്നു. ജയശേഖർ അടുത്ത ഇലയിലേക്ക് ദൃഷ്ടികൾ മാറ്റി. ഈ കൊട്ടാരത്തിന്റെ പേര് വാര്യപുരം കൊട്ടാരം എന്നായിരുന്നു. വളരെ ചെറിയ നാട്ടുരാജ്യം. സന്മനസ്സിന് കീർത്തികേട്ട തമ്പുരാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടുത്തെ അവസാനത്തെ രാജാവ് ത്രിവിക്രമൻ പരിവാര സമേതം വേട്ടയ്ക്ക് പോയി. പക്ഷേ പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. മന്ത്രിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന യദുസിംഹന്റെ കരങ്ങളാണ് തമ്പുരാന്റെ തിരോധാനത്തിന് പിന്നിലെന്ന് അറിയുവാൻ രാജ്ഞി ഒരുപാട് വൈകിപ്പോയി. രാജ്യഭരണം രാജ്ഞി ഏറ്റെടുത്തപ്പോഴും യദുസിംഹൻ തന്നെയായിരുന്നു മന്ത്രി. രാജ്ഞി ദുർഗാവതിക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിഷ്ണു. വായന നിർത്തി ജയശേഖർ മൃദുലയെ നോക്കി. ഇമ ചിമ്മാതെ പോലും അവൻ വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അവൾ. ഇരുവരുടെയും മനസ്സിൽ ആ പഴയ കാര്യങ്ങൾ ഒരു ചലച്ചിത്രത്തിലൂടെ എന്നവണ്ണം തെളിഞ്ഞു മറയുകയായിരുന്നു. ജയശേഖർ വായന തുടർന്നു. അന്ന് വളരെ അസ്വസ്ഥത നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ദുർഗാവതി തമ്പുരാട്ടിക്ക്. കാരണം തന്റെ തമ്പുരാൻ വേട്ടയ്ക്ക് പോയി മടങ്ങി വരാതിരുന്നിട്ട് 1 വർഷം തികയുകയാണ്. അതിനിടെ തന്റെ സഹോദരനും മറ്റൊരു നാട്ടുരാജാവുമായ സുധീരൻ ശത്രുരാജാവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. രാജ്യം നഷ്ടമായ രാജ്ഞി തന്റെ ഏക മകൾ മായയെ ദുർഗാവതിയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മാഹൂതി നടത്തിയ ദിവസവുമായിരുന്നു അത്. ജലപാനം പോലും ചെയ്യാതെ തമ്പുരാട്ടി തന്റെ ഉറക്കറയിൽ കിടന്ന് വാതിൽ ചേർത്തടച്ചു. തലേണയിൽ മുഖം അമർത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങിക്കരഞ്ഞു. അപ്പോഴാണ് അശരീരി പോലെ ഒരു ശബ്ദം കേട്ടത്. ദുർഗേ, നീ തളരരുത്. നീ കൂടി പോയാൽ നമ്മുടെ രാജ്യം പിന്നെ ഉണ്ടാവില്ല. തന്റെ തമ്പുരാന്റെ ശബ്ദം ദുർഗാവതി തിരിച്ചറിഞ്ഞു. അവൾ ചാടി എണീറ്റു. കാണാതെ പോയ തന്റെ തമ്പുരാൻ തിരിച്ചു വന്നു. ഒരു കലമാനിന് പിന്നാലെ കുതിരപ്പുറത്ത് പാഞ്ഞുപോയ തമ്പുരാനെ ഒരുപാട് തിരഞ്ഞിട്ടും കണ്ടില്ലെന്നാണല്ലോ മന്ത്രി പറഞ്ഞിരുന്നത്. അങ്ങനെ വഴിയറിയാതെ എവിടെയെങ്കിലും എത്തിപ്പെട്ടു പോയ തന്റെ തമ്പുരാൻ ഒടുക്കം തിരിച്ചു വന്നിരിക്കുന്നു. ഉദ്യോഗത്തോടെ തമ്പുരാട്ടി ചുറ്റും നോക്കി. ശരവാന്തലിന്റെ വെളിച്ചമുണ്ടായിരുന്നു മുറിയിൽ. ഒരിടത്തും തന്റെ തമ്പുരാനെ കണ്ടില്ല. തന്റെ തോന്നലായിരുന്നു അത്? തമ്പുരാട്ടി സംശയിച്ചു. ദുർഗേ, വീണ്ടും ആ ശബ്ദം. നിനക്ക് നമ്മെ കാണാനാവില്ല. നമുക്കിപ്പോൾ ദേഹവുമില്ല. തമ്പുരാട്ടി കിടുങ്ങിപ്പോയി. അങ്ങ് അങ്ങ് എന്താണ് തമ്പുരാനെ ഈ പറയണത്? സത്യം. എല്ലാം ഈ സമയം പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും നമുക്കത് നിന്നോട് പറയാനാവില്ല. അതിനുള്ള ചില കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോഴും തമ്പുരാട്ടിക്ക് ഒന്നും പിടികിട്ടിയില്ല. ശബ്ദം തുടർന്നു. വേട്ടയ്ക്ക് പോയ നാം വഴി പിരിഞ്ഞു പോയതാണെന്നല്ലേ ആ ദുഷ്ടൻ യദുസിംഹൻ എല്ലാവരോടും പറഞ്ഞിരിക്കണത്? അതെ. എന്നാൽ സത്യം ഇനിയെങ്കിലും നീ അറിഞ്ഞിരിക്കണം. നീ അറിയണം ദുർഗെ. വേട്ടയ്ക്കിടയിൽ വിഷം പുരട്ടിയ അമ്പുകൊണ്ട് പിന്നിൽ നിന്നാണ് അവൻ നമ്മെ വീഴ്ത്തിയത്. ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി അപ്പോൾ ദുർഗാവതി തമ്പുരാട്ടിക്ക്. അങ്ങ് അങ്ങ് പറയണത് വിശ്വസിച്ചോളൂ. ചിരിക്കുന്ന മുഖമുള്ള ഒരു ചെന്നായയാണ് ഇത് സിംഹൻ. സൂക്ഷിക്കണം. അവന്റെ ലക്ഷ്യം ഈ രാജ്യമാണ്. അതിനുവേണ്ടി നിന്നെയും നമ്മുടെ കുമാരനെയും ഇല്ലാതാക്കുവാൻ കൂടി അവൻ മടികാട്ടിന്ന് വരില്ല. വിറച്ചുപോയി ദുർഗാവതി. അത്രയ്ക്ക് നീചനോ അയാൾ? നമ്മുടെ പടയാളികളിൽ ഭൂരിഭാഗവും ഇപ്പോൾ അവന്റെ ഒപ്പമാണ്. അതുകൊണ്ട് നേരിട്ട് അവനെ ഒന്നും ചെയ്യാനാവില്ല. തന്ത്രത്തിലൂടെ അവനെ തളയ്ക്കണം. ദേഹമില്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആത്മാവിനെ എന്നേക്കുമായി പിടിച്ചു കെട്ടാൻ കൊടും മന്ത്രവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ. ഐശ്വര്യസിദ്ധിക്കായി എന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 ദിനങ്ങളായി പൂജ നടത്തുന്നത് ഇതിനാണോ? ദുർഗാവതി ഞെട്ടിവിറച്ചു. ശബ്ദം പിന്നെയും കേട്ടു. നമുക്ക് പോകാൻ നേരമായിരിക്കണോ ദുർഗാവതി? പിന്നെ ഒന്നും കേട്ടില്ല. ദുർഗാവതി ചാടി എണീറ്റു. ഒടവാൾ വലിച്ചെടുത്തു. ഈ നിമിഷം തന്നെ പോയി അയാളുടെ തല കൊയ്യാൻ കൈകൾ തരിച്ചു.
പക്ഷേ തന്റെ തമ്പുരാന്റെ വാക്കുകൾ അവരെ പിടിച്ചു നിർത്തി. തന്നേക്കാൾ ശക്തിയും ആൾബലവും ഇപ്പോൾ യതിസിംഹനാണ്. എന്നാൽ ഒരു ദിവസം ഈ വാൾ കൊണ്ട് തന്നെ താൻ അയാളുടെ തല കൊയ്യുമെന്ന് ദുർഗാവതി തമ്പുരാട്ടി പ്രതിജ്ഞ ചെയ്തു. അതുവരെ തന്നെ കുറിച്ച് യാതൊരു സംശയവും അയാൾക്കുണ്ടായിക്കൂടെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. കൊട്ടാരത്തിന്റെ അതിഥി മന്ദിരത്തിൽ അപ്പോൾ ആവാഹന ക്രിയകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഹോമകുണ്ടത്തിനു മുന്നിൽ പത്മാസനത്തിൽ ഇരുന്ന മന്ത്രവാദി രുക്മന്റെ ശരീരത്തിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തെല്ലകലെ യതിസിംഹനും പടത്തലവൻ നികുഞ്ചനും വിശ്വസ്തരായ ചില പടയാളികളും ഉണ്ടായിരുന്നു. യതിസിംഹന്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് രുക്മൻ ഏതാനും യാമങ്ങൾക്കുള്ളിൽ പരിഹാരം കാണും. ത്രിവിക്രമൻ തമ്പുരാന്റെ ആത്മാവിനെ ആവാഹിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തിക്കഴിഞ്ഞാൽ അതോടെ എല്ലാം ശുഭമായി പര്യവസാനിക്കും. പക്ഷേ പെട്ടെന്ന് യദുസിംഹന്റെ മനസ്സിൽ മിന്നൽ കണക്കെ ഒരു ചിന്തയുണ്ടായി. അതോടെ എല്ലാം അവസാനിക്കുമോ? ദുർഗാവതി തമ്പുരാട്ടിയും വിഷ്ണുകുമാരനും? ഇനിയുള്ള മാർഗതടസ്സം അവരാണ്. തന്റെ പാതയിൽ നിന്നും അവരെ കൂടി നീക്കിയാൽ അതോടെ വാര്യപുരം കൊട്ടാരത്തിന്റെ അധിപൻ താൻ തന്നെ. ഈ രാജ്യത്തെ സുന്ദരികളായ എല്ലാ പെൺകുട്ടികളും തന്റേത് മാത്രം. ആ ഓർമ്മയിൽ തന്നെ അയാൾ പുളകിതനായി. രുക്മൻ എള്ളും എരിക്കിൻ വേരും അഗ്നിയിൽ ഹോമിച്ച് അന്ത്യകർമ്മത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. ഒരു പിടി തെള്ളിപ്പൊടി വാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് മന്ത്രം ജപിച്ച ശേഷം തൊട്ടരികിലുണ്ടായിരുന്ന പന്തത്തിലേക്ക് അയാൾ എറിഞ്ഞു. ഒരാളിക്കത്തലോടെ തീ മച്ചോളം ഉയർന്നു. അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു. രുക്മൻ ഒഴികെ സകലരും ഞെട്ടിപ്പോയി. ത്രിവിക്രമൻ തമ്പുരാന്റെ ശബ്ദം. രുക്മ, നമ്മുടെ ആത്മാവിനെ ബന്ധിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? ആ ചതിയൻ യദുസിംഹൻ നിനക്ക് എന്തു തരും? ഒരു കിഴി സ്വർണം കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതൊരു തോന്നൽ മാത്രമാണ്. നിനക്കും അവൻ മരണമേ തരൂ, എനിക്കറിയാം. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിയർത്തൊഴുകുന്ന മുഖത്തോടെ രുക്മൻ യദുസിംഹനെ നോക്കി. തന്നെ വധിക്കാൻ കൂടിയാണോ മന്ത്രി തമ്പുരാൻ കാത്തിരിക്കുന്നത്? യദുസിംഹനും വിളറിപ്പോയി. തന്റെ മനസ്സിലിരിപ്പ് പോലും എങ്ങനെയോ ത്രിവിക്രമൻ തമ്പുരാന്റെ ആത്മാവ് കണ്ടെത്തിയിരിക്കുന്നു. ചെയ്തു വന്ന ക്രിയകൾ പൂർത്തിയാക്കാൻ കഴിയാതെ എന്ന വണ്ണം തലകുമ്പിട്ടിരിക്കുകയാണ് രുക്മൻ. ഇത് തന്റെ അവസാനത്തെ കർമ്മമാകുമോ? പെട്ടെന്ന് അയാൾക്ക് തോന്നി ത്രിവിക്രമൻ തമ്പുരാന്റെ ആത്മാവ് പറഞ്ഞത് ശരിയാണെന്ന്. കാരണം എപ്പോഴെങ്കിലും ഈ രഹസ്യം തന്റെ നാവിൽ നിന്ന് ചോർന്നു പോയാൽ ദുർഗാവതി തമ്പുരാട്ടിയോ വിഷ്ണുകുമാരനോ അറിഞ്ഞാൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായതെല്ലാം വള്ളിപുള്ളി തെറ്റാതെ മന്ത്രി തമ്പുരാന് തന്നോട് പറയേണ്ടി വന്നല്ലോ. ആ നിലയ്ക്ക് മൂന്നാമതൊരാൾ അതറിയാതെ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. കർമ്മം പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും തന്നെ കൊല്ലും. അപ്പോൾ യദുസിംഹൻ എണീറ്റ് മുന്നോട്ട് വന്നു. രുക്മ, യദുസിംഹൻ പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും. വേഗം ആ ആത്മാവിനെ ബന്ധിക്കുന്നയ്യ. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ തരുന്ന സമ്മാനങ്ങളുമായി വേറെ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. അടിയൻ. രുക്മൻ ഒന്ന് പരുങ്ങി. അടിയന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ആത്മാവിനെ ബന്ധിക്കുന്നത്. അതിന്? യദുസിംഹന്റെ നെറ്റി ചൊളിഞ്ഞു. ബന്ധിക്കുന്ന ആത്മാവിനെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം കരയിൽ കുടിയിരുത്തിയാൽ ഒരു ചെറിയ കാരണമുണ്ടായാൽ പോലും രക്ഷപ്പെടും. അത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാകും. പിന്നെ എന്തു ചെയ്യണം? ഒരു മുളംകുറ്റിയിൽ ആവാഹിച്ച് നദിക്കിടയിൽ കുടിയിരുത്താം. ഈ രാത്രി തന്നെ അത് ചെയ്യണം. ഞാൻ തന്നെ ചെയ്തേ മതിയാകൂ. ശരി, എങ്കിൽ വേഗമാവട്ടെ. അടിയന് ഒരു മുളംകുറ്റി വേണം. യദുസിംഹൻ തന്റെ അനുചരരിൽ ഒരാളെ അതിനയച്ചു. അപ്പോൾ പിന്നെയും ത്രിവിക്രമ മഹാരാജാവിന്റെ ശബ്ദം കേട്ടു. യദുസിംഹ, എല്ലാവരെയും ഇല്ലാതാക്കിയിട്ട് നിനക്ക് ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് കരുതണ്ട. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും നിനക്ക് ചെയ്തതിനുള്ള ശിക്ഷകൾ കിട്ടും. സംശയം വേണ്ട. യദുസിംഹൻ മിണ്ടിയില്ല. മുളംകുറ്റി വന്നു. രുക്മൻ ത്രിവിക്രമ രാജാവിന്റെ ആത്മാവിനെ അതിനുള്ളിലേക്ക് ആവാഹിച്ചു. നമ്മൾ തിരികെ വന്നിട്ട് ഹോമാഗ്നി അണയ്ക്കും. മുളംകുറ്റിയുമായി രുക്മൻ എണീറ്റു. നദീതീരം വരെ യദുസിംഹനും നികുഞ്ചനും പടയാളികളും ചെയ്തു. നദിയിൽ ഒരാൾ താഴ്ചയിൽ വെള്ളമുണ്ടെന്ന് തോന്നി. മങ്ങിയ നിലാവിൽ ഓളങ്ങളുടെ തിളക്കം. നദിക്ക് അക്കരെ മറ്റൊരു നാട്ടുരാജ്യമാണ്. വാര്യപുരം രാജ്യത്തിന്റെ അതിർത്തിയാണ് ഈ നദി.
ഇനി എല്ലാവരും പുറംതിരിഞ്ഞു നിൽക്കി. ഞാൻ ഈ കർമ്മം ചെയ്തു തീർക്കും വരെ തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ച് തമ്പുരാന്റെ ആത്മാവ് നോക്കുന്നയാളിന്റെ ഒപ്പം കൂടും. പിന്നീട് ഒരിക്കലും അതിനെ തളയ്ക്കാനാവില്ല. അത് കേട്ടതേ സകലതും പിന്തിരിഞ്ഞു നിന്നു. രുക്മൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. അരയോളം എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ മുളങ്കുറ്റിയുടെ മൂടി തുറന്ന് തമ്പുരാന്റെ ആത്മാവിനോട് പറഞ്ഞു, രക്ഷപ്പെട്ടോളൂ തമ്പുരാൻ. ഇങ്ങനെ ഒരു തന്ത്രം മാത്രമേ എനിക്കും കൂടി രക്ഷപ്പെടാൻ ഉപകരിക്കുന്നെന്ന് തോന്നിയിരുന്നുള്ളൂ. അങ്ങേക്ക് ഇനിയും ജന്മമുണ്ടാകും. അന്ന് അങ്ങ് അറിയാതെ തന്നെ യദുസിംഹന്റെ നേരെ പ്രതികാരം ചെയ്യാൻ അങ്ങയിൽ നിന്നും സന്തതിയും ഉണ്ടാകും. അടുത്ത ജന്മത്തിലും മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ ദുർഗാവതി തമ്പുരാട്ടി അങ്ങയുടെ ഭാര്യയായി വന്നെത്തും. അന്ന് തമ്പുരാട്ടിയുടെ പേര് പത്മിനി എന്നായിരിക്കും. അങ്ങയുടെ പേര് രാജശേഖർ എന്നും. വിഷ്ണുകുമാരൻ അടുത്ത ജന്മത്തിൽ ജയശേഖർ എന്ന പേരിൽ അങ്ങേക്കും തമ്പുരാട്ടിക്കും പിറക്കും. അക്കാലത്ത് യദുസിംഹൻ മാനവേദൻ എന്ന പേരിൽ ഉണ്ടായിരിക്കും. ഈ ജന്മത്തിലേതിന്റെ ബാക്കി കണക്കുകൾ അന്ന് തീരും. എല്ലാം ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട് തമ്പുരാനെ. നന്ദി രുക്മ, നന്ദി. ത്രിവിക്രമന്റെ ആത്മാവ് പറഞ്ഞു. പക്ഷേ അങ്ങ് എനിക്കൊരു ഉറപ്പ് തരണം. പറയൂ, നാം എന്തു ചെയ്യണം? ഈ രാജ്യത്തേക്ക് ഇനി വരരുത്. വന്നാൽ എവിടെ പോയി ഞാൻ ഒളിച്ചാലും ദുഷ്ടനായ യദുസിംഹൻ എന്നെ കൊല്ലും. എങ്കിൽ നാം വാക്കു തരുന്നു, ഇനി ഇങ്ങോട്ട് വരില്ല. മുളങ്കുറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട ത്രിവിക്രമൻ തമ്പുരാന്റെ ആത്മാവ് എവിടേക്കോ പോയി. മുളങ്കുറ്റി വലിച്ചെറിഞ്ഞ് രുക്മൻ ജലത്തിലേക്ക് താണു. ഏറെ നേരം കഴിഞ്ഞിട്ടും അയാൾ ഉയർന്നു വരാഞ്ഞപ്പോൾ യദുസിംഹന് സംശയം. ഉറയിൽ നിന്നും വാൾ വലിച്ചൂരിയെടുത്ത് അയാൾ വെട്ടിത്തിരിഞ്ഞു. രുക്മ, നീ എവിടെയാണ്? നദി മുറിച്ച് ആ ശബ്ദം അക്കരെ എത്തി. അവിടെ നിന്നും അതിന് മറുപടിയും കിട്ടി. അടിയൻ ആ രാജ്യത്ത് നിന്ന് പോന്നു തമ്പുരാനെ, അല്ലെങ്കിൽ എന്റെ തല പോക്കാണെന്നറിയാം. ഛേ! അടുത്തു നിന്നിരുന്ന ഒരു കുറ്റിച്ചെടി യദുസിംഹൻ വെട്ടി വീഴ്ത്തി രോഷത്തോടെ. അത്രയും വായിച്ചു കഴിഞ്ഞ് ജയശേഖർ വാച്ചു നോക്കി. സമയം 1:30. അത്രേ ആയുള്ളൂ. ഒരുപാട് വായിച്ചു എന്നൊരു തോന്നൽ. കുതിലയാണെങ്കിൽ ശ്വാസം കഴിക്കാൻ പോലും മറന്ന് ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെ ആ ദുഷ്ടം കൊന്നതായിരിക്കുമോ ജയേട്ടാ? മൃദുല തിരക്കി. ഇത് വായിക്കുമ്പോ അറിയാമല്ലോ. അവൻ ആ ഇലക്കെട്ടിലേക്ക് നോക്കി. അല്ല, അതറിഞ്ഞിട്ട് എന്താ? ഏതായാലും നമ്മൾ വീണ്ടും ഒന്നിച്ചില്ലേ? ശരിയാ, പക്ഷെ അറിയണം, ആ ദുഷ്ടൻ യദുസിംഹനെ വെറുതെ വിട്ടുകൂടാ. അത് പറയുമ്പോൾ മൃദുലയുടെ പല്ലുകൾ വല്ലാതെ ഞെരിഞ്ഞമരുന്നുണ്ടായിരുന്നു. യദുസിംഹന്റെ പുതിയ അവതാരമായ മാനവേദനെ മുന്നിൽ കിട്ടിയാൽ ഇപ്പോൾ മൃദുല വലിച്ചു കീറുമെന്ന് തോന്നി. CI ജയശേഖർക്ക് അത്രമാത്രം രോഷം പൂണ്ടിരിക്കുകയായിരുന്നു അവൾ. ഭാര്യയെ കൗതുകത്തോടെ നോക്കിയിരുന്ന അയാൾ ഒരു കുസൃതി ചോദ്യം തൊടുത്തു. ഇപ്പോഴേ നീ ഇങ്ങനെയാണെങ്കിൽ മുഴുവൻ വായിച്ചു കഴിയുമ്പോഴത്തെ കാര്യം എങ്ങനെയായിരിക്കും മോളെ? പക്ഷെ അവൾ ഗൗരവത്തിലായിരുന്നു. നമ്മളെയും അയാൾ കൊന്നതാണെങ്കിൽ ഈ ജന്മത്തിൽ അയാൾ എത്ര വലിയ പദവിയിൽ എത്തിയാലും മാപ്പ് കൊടുത്തുകൂടെ ചേട്ടാ? ഉറച്ചതായിരുന്നു അവളുടെ ശബ്ദം. താൻ ഇതുവരെ കണ്ട മൃദുലയല്ല ഇപ്പോൾ മുന്നിലിരിക്കുന്നതെന്ന് പോലും ജയശേഖറിന് തോന്നാതിരുന്നില്ല. അല്പനേരം ഇരുവരും മിണ്ടാതിരുന്നു. ക്ഷോഭം തെല്ലെന്നടങ്ങിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മൃദുല ജയശേഖറുടെ മുഖം തന്റെ കൈക്കുമ്പിളിലാക്കി. കുട്ടൻ എന്നോട് പിണങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ ചുണ്ടിൽ തന്റെ ചുണ്ടുകൾ ചേർത്തു. ബാക്കി വായിക്കണ്ടേ? ഇനി ഞാൻ വായിക്കാം. അവൾ ആ ഇലക്കെട്ട് തന്റെ അരികിലേക്ക് നീക്കി വെച്ച് മെഴുകുതിരി നാളത്തിൽ വായിക്കാൻ തുടങ്ങി. അവരുടെ മനസ്സിലേക്ക് പിന്നെയും വായുപുരം കൊട്ടാരവും അവിടുത്തെ സംഭവങ്ങളും തെളിഞ്ഞു വരികയായി. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട തന്റെ സഹോദരി പുത്രിയായ മായയെ ഏക മകൻ വിഷ്ണുവിനെ പോലെ തന്നെയാണ് ദുർഗാവതി തമ്പുരാട്ടി കരുതിപ്പോന്നിരുന്നത്. വയസ്സ് 14 ആയിരുന്നുള്ളെങ്കിലും 19കാരിയുടെ ശരീരം മുഴുപ്പുണ്ടായിരുന്നു മായയ്ക്ക്. ഒരു പനിനീർപ്പൂവിന്റെ സൗന്ദര്യവും നിർമ്മലതയുമുള്ള കുമാരി. ബ്രഹ്മദേവൻ എല്ലാവിധ ലക്ഷണങ്ങളോടും കൂടി നടത്തിയ ഒരു സൃഷ്ടിയാണതെന്ന് ആർക്കും തോന്നുമായിരുന്നു. അവളെ തന്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് വേലി കഴിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ദുർഗാവതി തമ്പുരാട്ടിയുടെ തീരുമാനവും. വിഷ്ണുവിന് മായയെ ഇഷ്ടമാണെന്നും തമ്പുരാട്ടിക്കറിയാം. തന്റെ പള്ളിയറയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു മായയ്ക്കുള്ള മുറിയും തമ്പുരാട്ടി ഒരുക്കിയിരുന്നത്. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിഷ്ണുകുമാരൻ ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. മകന്റെ വിവാഹശേഷം അവന്റെ പട്ടാഭിഷേകം നടത്തണം എന്നതായിരുന്നു ദുർഗാവതി തമ്പുരാട്ടിയുടെ തീരുമാനം.
പക്ഷെ അതിനു മുൻപേ യദുസിംഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ എന്നും തന്റെ പുത്രൻ അതൊരു ഭീഷണിയായി തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ തമ്പുരാട്ടിക്ക് സംശയമേ ഇല്ലായിരുന്നു. എന്നാൽ യദുസിംഹന്റെ കണക്കുകൾ കുറെ കൂടി മുന്നോട്ടു പോയി കഴിഞ്ഞിരുന്നു എന്ന് ദുർഗാവതി തമ്പുരാട്ടി അറിഞ്ഞിരുന്നില്ല. തമ്പുരാട്ടിയെ തന്റെ കിടപ്പറയിൽ തളച്ചിട്ടുകൊണ്ട് രാജ്യഭരണം നടത്തിയാലോ എന്നാണ് അയാള് ആദ്യം ചിന്തിച്ചത്. എന്നും യൗവനത്തിന്റെ നിറകുടമായി കഴിയുന്ന തമ്പുരാട്ടിയുമായി ഒരു കിടക്കയിൽ കഴിയുക എന്നത് യദുസിംഹന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. തമ്പുരാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തമ്പുരാട്ടിയുമായി അടുക്കാൻ അയാൾ കുറെ ശ്രമിച്ചു നോക്കിയതുമാണ്. പക്ഷെ സാധിച്ചില്ല. ത്രിവിക്രമൻ തമ്പുരാൻ തന്റെ മന്ത്രിയെ തീർത്തും വിശ്വാസമായതിനാൽ എവിടെയും കടന്നു ചെല്ലാനുള്ള അധികാരം അയാൾക്ക് കൽപ്പിച്ചു നൽകിയിരുന്നു. അങ്ങനെ ഒരു രാത്രി അയാൾ ദുർഗാവതിയുടെ പള്ളിയറയ്ക്ക് അടുത്ത് വരെ ചെന്നതുമാണ്. പക്ഷെ എന്തോ ഒരു ഉൾഭീതി തോന്നിയതിനാൽ തിരിച്ചു പോരുകയായിരുന്നു. യദുസിംഹന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായി. അന്ന് രാത്രി തമ്പുരാട്ടിക്ക് പാൽ കൊടുക്കാൻ പോവുകയായിരുന്ന ഭൃത്യയെ മന്ത്രി അടുത്ത് വിളിച്ചു. ഒരു കിഴി വെള്ളി നാണയങ്ങൾ നൽകി. മന്ത്രിയെ അനുസരിക്കാതിരിക്കാൻ അവൾക്കായില്ല. അയാൾ ചൂർണം പാലിൽ ചേർത്തു. അവൾ അത് കൊണ്ടുപോയി തമ്പുരാട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. രാത്രി വളർന്നു. കൊട്ടാരവും പരിസരവും നിശബ്ദമായിരുന്നു. നേരിയ മയക്കത്തിലായിരുന്ന ദുർഗാവതി തമ്പുരാട്ടി ഞെട്ടിയുണർന്നു. ശരീരം മുഴുവൻ ത്രസിക്കുകയാണെന്ന് അവർ അറിഞ്ഞു. കിതപ്പോടെ അവർ പട്ടുമെത്തയിൽ കിടന്നുരുണ്ടു. തമ്പുരാൻ പള്ളിയറയിലേക്ക് എഴുന്നള്ളുന്ന ചില ദിവസങ്ങളിൽ തനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ ഓർത്തു. ഒരു പുരുഷന്റെ കരവലയത്തിൽ ഞെരിഞ്ഞുടയാൻ വെമ്പുകയാണ് തന്റെ മേനി. അമിതമായ ആസക്തി മൂലം ദുർഗാവതിയുടെ തൊണ്ട വറ്റി വരണ്ടു. ഒരു പുരുഷൻ ഇപ്പോൾ അടുത്തില്ലെങ്കിൽ താൻ എന്തെങ്കിലും അവിവേകം ചെയ്തു പോകും എന്ന അവസ്ഥ. അവർ തലേണയെ ഇറുകെ പുണർന്ന് ഓടിത്തളർന്നതുമാതിരി കിതയ്ക്കാൻ തുടങ്ങി. ഈ അവസരത്തിലാണ് ഗൂഢമായ ഒരു മന്ദഹാസത്തോടുകൂടി യദുസിംഹന്റെ വരവ്. ശരതാന്തലിന്റെ പ്രഭയിൽ തമ്പുരാട്ടിയെ നോക്കി അല്പനേരം നിന്നുപോയി അയാൾ. കൊട്ടാരം വൈദ്യന്റെ മരുന്ന് പ്രയോഗം തുടങ്ങിയിരിക്കുന്നു. അയൽ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കാൻ പോകുന്നവന്റെ ഉത്സാഹമായിരുന്നു യദുസിംഹന്. കണ്ണുകൾ ഇറുക്കി അടച്ചാണ് ദുർഗാവതി കിടക്കുന്നത്. ശബ്ദമുണ്ടാക്കാതെ യദുസിംഹൻ വാതിൽ ചാരി. പിന്നെ പതിയെ പള്ളിക്കട്ടിലിനെ സമീപിച്ചു. യദുസിംഹൻ കണ്ണു തുറക്കുമ്പോൾ അയാളെ കെട്ടിപ്പിടിച്ചു കിടക്കുകയായിരുന്നു തമ്പുരാട്ടി. അവരെ ഉണർത്താതെ അയാൾ എഴുന്നേറ്റു. ഇനി തന്റെ ജീവിതത്തിൽ ഈ കനക വിഗ്രഹം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്നോർത്ത് ഊറിച്ചിരിച്ചുകൊണ്ട് അയാൾ മുറിവിട്ടു പോയി. പക്ഷെ പ്രതീക്ഷകൾ എല്ലായ്പ്പോഴും നടന്നു എന്ന് വരില്ലല്ലോ. വിധി എപ്രകാരമാണ് കുരുക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. വാര്യപുരം കൊട്ടാരത്തിലും പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു കുരുക്കു മുറുകി. ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല അത്. രാവിലെ ഉറക്കമുണർന്ന ദുർഗാവതി തമ്പുരാട്ടി ഞെട്ടിപ്പോയി. അവർക്ക് യാതൊന്നും മനസ്സിലായില്ല. ഇന്നലെ രാത്രി ഉറങ്ങും വരെ യാതൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടിപ്പോൾ തമ്പുരാട്ടി എഴുന്നേറ്റിരുന്നു. ശരീരത്തിലെ ഓരോ അണുവിലും വേദനയുടെ മുള്ളുകൾ തറഞ്ഞിരിക്കുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിൽ ആരോ മുട്ടുന്നു. തമ്പുരാട്ടി, പരിചാരകരുടെ ശബ്ദം. ദുർഗാവതി തമ്പുരാട്ടി പിടഞ്ഞെണീറ്റു. തന്റെ തമ്പുരാന്റെ ഛായാചിത്രത്തിലേക്ക് നോക്കി. അങ്ങയോടൊപ്പം ഞാനും വരുന്നു. എല്ലാത്തിനും യദുസിംഹനോട് പകരം ചോദിക്കാൻ നമ്മുടെ മകന് കഴിയട്ടെ. തമ്പുരാട്ടി ഉടവാൾ വലിച്ചെടുത്തു. പിന്നെ അത് സ്വന്തം നെഞ്ചിലേക്ക് കുത്തിയമർത്തി. രക്തം ചീറ്റിത്തെറിച്ചു. തമ്പുരാട്ടി കിടക്കയിലേക്ക് തന്നെ വീണു പിടഞ്ഞു. മൃദുല കിതപ്പോടെയാണ് വായന നിർത്തിയത്. പിന്നെ ജയശേഖരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. കൊഴുപ്പ് തിരിയുടെ വെളിച്ചത്തിൽ അവളുടെ ഓരോ ഭാവവും ശ്രദ്ധയോടെ കണ്ടിരിക്കുകയായിരുന്നു CI ജയശേഖർ. അന്തസംഘർഷം കാരണം അവളുടെ നെഞ്ചിടം ക്രമാതീതമായി ഉയർന്നു താഴുന്നുണ്ടായിരുന്നു. ഇല്ല ചേട്ടാ, ഇനി യദുസിംഹന് മാപ്പില്ല. അയാൾ ഈ ജന്മത്തിൽ ആരുമായി കൊള്ളട്ടെ. അയാളോട് പ്രതികാരം ചെയ്തില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ഒന്നും പറയാതെ ജയശേഖർ വാച്ചിലേക്ക് നോക്കി. സമയം 2:15. യദുസിംഹൻ അവതരിച്ചിരിക്കുന്നത് മാനവേദൻ എന്ന പേരിലാണെന്ന് മനസ്സിലായി. പക്ഷെ തനിക്ക് ആകെ അറിയാവുന്നത് ഒരേ ഒരു മാനവേദനെ മാത്രമേ ഉള്ളൂ. IG മാനവേദൻ സർ. അദ്ദേഹമായിരുന്നു കഴിഞ്ഞ ജന്മത്തിലെ യദുസിംഹൻ. ഓർത്തപ്പോൾ തന്നെ ജയശേഖർക്ക് ഒരു ഞെട്ടലുണ്ടായി. ജയേട്ടൻ എന്താ ഒന്നും പറയാത്തത്? മൃദുല ചോദിച്ചപ്പോൾ അയാൾ ശിരസിളക്കി. അതിനെന്താ, നീ പറയുന്നുണ്ടല്ലോ. ആ പിന്നെ മൃദുലെ, നമ്മൾ ജീവിക്കുന്നത് രാജഭരണകാലത്തല്ല. ഇവിടെ നിയമവും കോടതിയും ഒക്കെ ഉണ്ട്. നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അധികാരമില്ല. മൃദുലയുടെ കണ്ണുകൾ കത്തി. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? കഴിഞ്ഞ ജന്മത്തിൽ
യദുസിംഹൻ ചെയ്ത കുറ്റം ഈ ജന്മത്തിൽ കോടതിയിൽ തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ നിയമം കയ്യിലെടുക്കാതെ ഒന്നും തരമില്ല. രാജശേഖർ ഒരു സിഗരറ്റ് കത്തിച്ചു. അയാളുടെ മനസ്സിൽ അപ്പോൾ തെളിഞ്ഞു നിന്നിരുന്നത് IG മാനവേദന്റെ മുഖമായിരുന്നു. മൃദുല ഇലക്കെട്ട് CI ജയശേഖരുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. ഇനി ജയേട്ടൻ വായിക്ക്, എനിക്ക് വല്ലാത്ത ദാഹം. പറഞ്ഞുകൊണ്ട് മൃദുല ചുറ്റും നോക്കി. ചിത്രപ്പണികളുള്ള ഒരു ഭരണി മുറിയുടെ മൂലയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൾ ചെന്ന് അത് എടുത്തു. അതിൽ വെള്ളമുണ്ടായിരുന്നു, നല്ല തണുത്ത വെള്ളം. ഭരണി ഉയർത്തി അവൾ വായിലേക്ക് പതിയെ കമഴ്ത്തി. അവളും കുടിച്ചിട്ട് ജയശേഖരൻ നോക്കി. ജേട്ടന് വെള്ളം വേണോ? ഒരു പെഗ് വിസ്കി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പോ ചേട്ടാ, ഈയിടെ അല്ലെങ്കിൽ കുടി അല്പം കൂടുന്നുണ്ട്. അവൾ മുഖം വീർപ്പിച്ചു. ദുർഗാവതി തമ്പുരാട്ടി നാട് നീങ്ങിയതറിഞ്ഞാണ് വിഷ്ണുകുമാരൻ വാര്യപുരം കൊട്ടാരത്തിലെത്തുന്നത്. അവന്റെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഗുരുവും ഒന്നിച്ചാണ് ചടങ്ങുകൾ തെറ്റിച്ച് അവൻ കൊട്ടാരത്തിൽ വന്നത്. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ തമ്പുരാട്ടി നേരിട്ട് എഴുന്നള്ളി ഗുരുവിന് ദക്ഷിണ കൊടുത്തിട്ട് കുമാരനുമായി തിരികെ പോരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ദക്ഷിണ പോലും കൊടുക്കാതെയാണ് കുമാരൻ വന്നത്. തമ്പുരാട്ടിയുടെ ശവദാഹവും തുടർന്നുള്ള ചടങ്ങുകളും പൂർത്തിയായി. ഇനി ആര് നാട് ഭരിക്കണം എന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടായി. പക്ഷെ അതേക്കുറിച്ച് ഉത്കണ്ഠയുടെ ആവശ്യമില്ലല്ലോ. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിഷ്ണുകുമാരൻ എത്തിയിരിക്കുന്ന നിലയ്ക്ക് ഇനി ഈ രാജ്യകാര്യങ്ങൾ നോക്കേണ്ടത് അവൻ തന്നെയാണല്ലോ. രാജഗുരു അങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ യദുസിംഹൻ ഞെട്ടുകയാണ് ചെയ്തത്. മറുത്തൊന്നും പറയാനാവില്ലല്ലോ. പോരെങ്കിൽ അയാൾ മന്ത്രി മാത്രമല്ലേ. രാജഗുരു തുടർന്നു. ഇനി വിഷ്ണുകുമാരൻ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തന്നെ കാര്യങ്ങൾ നോക്കി നടത്താൻ യദുസിംഹൻ ഉണ്ടല്ലോ. എന്താ സിംഹന്റെ അഭിപ്രായം? എല്ലാം അങ്ങ് പറയും പോലെ. അല്ലാതെ ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണർത്താനില്ല. രോഷം കടിച്ചമർത്തിക്കൊണ്ടാണ് യദുസിംഹൻ സംസാരിച്ചത്. ഗുരു വിഷ്ണുകുമാരനെ നോക്കി. കുമാരന്റെ അഭിപ്രായം എന്താ? പട്ടാഭിഷേകം ഉടനെ നടത്താമല്ലോ. ഗുരുവിന്റെ ഇച്ഛ പോലെ. അവന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ പട്ടാഭിഷേക സമയം ജ്യോത്സ്യന്മാർ പ്രവചിച്ചു. ശ്രാവണ മാസത്തിൽ തിരുവോണ നാളിൽ ഉദയം കണ്ട് പട്ടാഭിഷേകം. വാർത്ത നാട്ടിൽ വിളംബരം ചെയ്തു. നാളുകൾ കുറേയേറെയുണ്ട്. എങ്കിലും നാട്ടാർക്ക് സന്തോഷമായിരുന്നു. വിളംബരം കഴിഞ്ഞ അന്ന് അതിഥി മന്ദിരത്തിൽ യദുസിംഹനും പടത്തലവൻ നികുഞ്ചനും മറ്റു ചിലരും ഒത്തുകൂടി. നിങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. പട്ടാഭിഷേകത്തിന് മുമ്പ് തന്നെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ഒപ്പം കുമാരനും പോകണം. എന്തു വേണമെന്ന് അങ്ങ് കൽപ്പിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ആ രാത്രി അവർ പല പദ്ധതികൾക്കും തുടക്കമിട്ടു. ആർക്കും സംശയം തോന്നാത്ത ഒരു കുരുക്ക്. ഏതാനും നാളുകൾ കഴിഞ്ഞ് ഒരു സായാഹ്നത്തിൽ ഉദ്യാനത്തിലൂടെ ചിന്താധീനനായി ഉലാത്തുകയായിരുന്നു വിഷ്ണുകുമാരൻ. ആ നേരത്താണ് മായയും തോഴിമാരും അങ്ങോട്ട് വന്നത്. പൊട്ടിച്ചിരിയുടെ അലകൾ കാതിലെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കിയ വിഷ്ണുവിന്റെ മുഖം സന്തോഷത്താൽ വിരിഞ്ഞു. മായയെ ഒന്ന് നുള്ളിയ ശേഷം തോഴിമാർ ഓടി മറഞ്ഞു. അവൻ അവളെ കൈകൊട്ടി വിളിച്ചു. നാണത്തോടെ അവൾ അടുത്തെത്തി. മായയെ ഒന്ന് കാണണമെന്ന് ഞാൻ നിരീക്ഷിച്ചതേയുള്ളൂ, കുമാരൻ പറഞ്ഞു. വെറുതെ കള്ളം പറയണ്ട. കൊട്ടാരത്തിൽ മടങ്ങിയെത്തിട്ട് ഇത്രയും ദിവസങ്ങളായല്ലോ. എന്നിട്ട് എന്നോട് മിണ്ടാൻ പോലും ഇന്നല്ലേ തോന്നിയത്? അത് ഇവിടുത്തെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. ആരുമില്ലാത്തനായി പോയില്ലേ ഞാൻ. അയ്യോ, അവിടുന്ന് അങ്ങനെ പറയല്ലേ. എനിക്ക് വിഷമാവും. ഞാനില്ലേ അവിടത്തേക്ക്. അവളുടെ കണ്ണുകളിൽ 2 തുള്ളികൾ തിളങ്ങുന്നത് അവൻ കണ്ടു. മായേ, പെട്ടെന്നൊരാവേശത്താൽ അവൻ അവളെ നെഞ്ചോട് ചേർത്തു. എന്റെ തമ്പുരാനെ. അവൾ ആ നെഞ്ചിൽ പറ്റി ചേർന്നു നിന്നു. ഇരുവരും ദുഃഖങ്ങൾ വാക്കുകളില്ലാതെ തന്നെ പങ്കുവെക്കുകയായിരുന്നു. ഇരുവരും തുല്യ ദുഃഖിതർ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ. എല്ലാം കുറച്ചകലെ നിന്ന് ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യദുസിംഹൻ. യദുസിംഹന്റെ മനസ്സിൽ ഒരു വന്യമൃഗം ചുരമാന്തി. ഇപ്പോൾ അങ്ങോട്ട് പാഞ്ഞു ചെന്ന് വാളെടുത്ത് വിഷ്ണുകുമാരന്റെ തല കൊയ്യുവാൻ അയാൾ ആഗ്രഹിച്ചു. മനസ്സ് പക്ഷെ വിലക്കി. പാടില്ല യദുസിംഹ. നീ കരുക്കൾ നീക്കുന്നുണ്ടല്ലോ, അത് മതി. അല്ലെങ്കിൽ നിനക്കെതിരെ ഈ രാജ്യത്തെ പ്രജകൾ തിരിയും. പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. സൈന്യശക്തി നിനക്കാണ് കൂടുതലെങ്കിലും എന്നും തലവേദന തന്നെയായിരിക്കും ഫലം. എങ്കിലും ഒരു കാര്യം യദുസിംഹൻ തീർച്ചയാക്കിയിരുന്നു. മായയെ എന്നെ നോട്ടമിട്ടതാണ് താൻ. വിടർന്നു വരുന്ന ആ പുഷ്പം തനിക്ക് മധുനുകന മാത്രമുള്ളതാണ്. മറ്റാർക്കും അത് കൊടുക്കില്ല താൻ. ദിവസങ്ങൾ കഴിയുകയാണ്. വിഷ്ണുവിനോട് വളരെ അടുക്കാനും തന്നെക്കുറിച്ച് യാതൊരു സംശയത്തിനും ഇടയാകാതിരിക്കാനും ഏറെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾ.
ഒരു ദിവസം പതിവ് കുതിര സവാരി കഴിഞ്ഞ് മടങ്ങു വഴി ഉദ്യാനത്തിൽ മന്ത്രിയും ഒന്നിച്ച് അല്പനേരം ചെലവഴിക്കാൻ കുമാരൻ തീരുമാനിച്ചു. അതിനിടെയാണ് അവൻ അപ്രതീക്ഷിതമായി ആ ചോദ്യം എഴുതിവിട്ടത്. മന്ത്രി, നമ്മുടെ മാതാവ് സ്വയം കുത്തിമരിക്കാൻ എന്താണ് കാരണം? യദുസിംഹൻ ആദ്യം ഒന്ന് പരിങ്ങി, എങ്കിലും വളരെ വേഗം അറിയിച്ചു. അത് കുമാര, തമ്പുരാന്റെ വിയോഗത്തോടെ വളരെയധികം ദുഃഖിതയായിരുന്നു തമ്പുരാട്ടി. തമ്പുരാന്റെ വേർപാടാണ് തമ്പുരാട്ടി അങ്ങനെ പ്രവർത്തിക്കാൻ കാരണമെന്നാണ് അടിയന് തോന്നുന്നത്. എന്നാൽ കുമാരൻ അത് വിശ്വസിച്ചില്ലെന്ന് ആ മുഖഭാവത്തിൽ നിന്നും യദുസിംഹൻ അനുമാനിച്ചു. കൊട്ടാരത്തിലെ ഗുപ്തചാരന്മാരെയെല്ലാം നമുക്കുടനെ കാണണം മന്ത്രി. ഞെട്ടിപ്പോയി യദുസിംഹൻ. ഗുപ്തചാരന്മാർക്ക് തന്നെ സംശയം കണ്ടേക്കുമെന്ന് യദുസിംഹന് തോന്നി. അവരെല്ലാവരും തന്റെ പക്ഷത്തല്ലല്ലോ. അങ്ങനെ ചെയ്യാം, വേഗം തന്നെ. കുമാരൻ ഒന്ന് മൂളി. പിന്നീട് അങ്ങോട്ട് മന്ത്രിക്ക് ഉറക്കമില്ലാത്ത ദിനങ്ങളായിരുന്നു. താൻ കരുതുന്നതിനേക്കാൾ ബുദ്ധിമാനാണ് കുമാരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മുളയിലെ നുള്ളിയെ കഴിയൂ എന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. അല്ലെങ്കിൽ അവൻ തന്നെ നശിപ്പിച്ചു എന്ന് വരും. അതിനൊരു അവസരത്തിനായി അയാൾ കാത്തിരുന്നു. ഒപ്പം മറ്റൊന്നിനും അയാൾ തന്റെ വിശ്വസ്തനായ അനുചരനെ ചുമതലപ്പെടുത്തി. വിഷ്ണുവും മായയും തമ്മിൽ കാണുന്നുണ്ടോ എന്നറിയുവാൻ, അരുതാത്തത് വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുവാൻ, അവരുടെ ഓരോ ചലനവും തന്നെ അറിയിക്കുവാൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എവിടേക്കോ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു യദുസിംഹൻ. പെട്ടെന്ന് അയാൾ അത് കണ്ടു. മായയും തോഴിമാരും താമരക്കുളത്തിന്റെ പടികൾ ഇറങ്ങുന്നു. കുളിക്കാനുള്ള പുറപ്പാടാണ്. യദുസിംഹന്റെ നെറ്റി ചൊളിഞ്ഞു. സ്ത്രീകൾക്ക് മാത്രം കുളിക്കാനുള്ള കുളമായതിനാൽ ആ ഭാഗത്തേക്ക് പുരുഷന്മാർ ആർക്കും തന്നെ പ്രവേശനമുണ്ടായിരുന്നില്ല. അയാൾ കടിഞ്ഞാൻ മുറുക്കി. കുതിരയുടെ വേഗത കുറഞ്ഞു. കുളത്തിനു ചുറ്റും ഫലവൃക്ഷങ്ങളും ചെടികളുമാണ്. അയാൾ ഒരു വൃക്ഷച്ചുവട്ടിലേക്ക് കുതിരയെ മാറ്റി നിർത്തി. പിന്നെ ചെടികൾക്കിടയിലൂടെ കുളിക്കടവിലേക്ക് നീങ്ങി. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമായതിനാൽ അവിടെ സ്ത്രീകൾക്ക് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. യദുസിംഹൻ ചെടികളുടെ ഇടകൾക്കിടയിലൂടെ ആർത്തിയോടെ അങ്ങോട്ട് നോക്കി. തന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണതെന്ന് അയാൾ അറിഞ്ഞു. രാത്രി നികുഞ്ചനുമൊത്ത് സോമരസം പാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഇക്കാര്യം എടുത്തിട്ടു. നികുഞ്ചൻ നെറ്റി ചുളിച്ചു. ചൂർണം നൽകുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൊട്ടാരത്തിൽ ചാരന്മാർ നിതാന്ത ജാഗ്രതയിലാണ് ഇപ്പോൾ. നമ്മൾ അറിയാതെ വിഷ്ണുകുമാരൻ ചാരന്മാരെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു എന്നാണ് അടിയന് തോന്നുന്നത്. തമ്പുരാട്ടിയുടെ മരണത്തിൽ കുമാരൻ എന്തോ സംശയമുള്ളതുപോലെയും തോന്നുന്നു. യദുസിംഹന്റെ നെറ്റി ചൊളിഞ്ഞു. നികുഞ്ചൻ തുടർന്നു. മായയുടെ മുറിയിൽ പോയി അവളെ കീഴടക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചാരന്മാരുടെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ടാകും. സോമരസം നുകരുന്നതിനിടയിൽ യദുസിംഹൻ പതിയെ തലയാട്ടി. ഇതിനൊക്കെ ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. ചോദ്യഭാവത്തിൽ നികുഞ്ചൻ ആ മുഖത്തേക്ക് നോക്കി. യദുസിംഹൻ ചിരിച്ചു. ബാക്കി കൂടി ഒന്ന് വായിക്കു ചേട്ടാ. അക്ഷമയായി കഴിഞ്ഞിരുന്നു മൃദുല. CI ജയശേഖരുടെ മുഖത്തു നിന്നും നേരത്തെ ഉണ്ടായിരുന്ന കുസൃതിയുടെ ഭാവം മാഞ്ഞു പോയിരിക്കുന്നു. അവിടെ ഒരു തരം കനത്ത ക്ഷോഭം നിറഞ്ഞ ഭാവമാണെന്ന് അവൾ കണ്ടു. ജയശേഖർ ഒന്നും പറയാതെ പുതിയൊരു സിഗരറ്റ് കത്തിച്ചു. യദുസിംഹനെ ഇപ്പോൾ കണ്ടാൽ ആ നെഞ്ചിലൂടെ ഒരു ബുള്ളറ്റ് പായിക്കാനും അയാൾ ആവേശം പൂണ്ടു. അപ്പോൾ കൊട്ടാരത്തിൽ എവിടെയോ ക്ലോക്ക് 3 തവണ ശബ്ദിച്ചു. വേഗം വായിക്കു ചേട്ടാ, നേരം പുലരാറാകുന്നു. മൃദുല പിന്നെയും നിർബന്ധിച്ചു. അവന്റെ കണ്ണുകൾ വീണ്ടും ഇലകളിലേക്ക് നീണ്ടു. ഇനി ഏതാനും ഇലകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിരാവിലെ തന്നെ വാര്യപുരം കൊട്ടാര വളപ്പിൽ കുതിരക്കുളമ്പടി ശബ്ദങ്ങളുയർന്നു. മായ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ വന്നു നിന്ന് നോക്കി. അകന്നു പോകുന്ന കുതിരകളുടെ പിന്നിൽ പൊടിപടലങ്ങൾ ഇളകുന്നത് മാത്രമേ കണ്ടുള്ളൂ. ആരോ തോളിൽ കൈവച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. തോഴിയാണ്. എന്തോ കുമാരി, രാവിലെ അകലേക്ക് നോക്കി നിൽക്കുന്നത്? പ്രഭാത സൗന്ദര്യം ആസ്വദിക്കുകയോ അതോ കുമാരൻ വേട്ടയ്ക്ക് പോയതിലുള്ള ദുഃഖമോ? വേട്ടയ്ക്കോ? മായ തോഴിയെ തുറച്ചു നോക്കി. ഉവ്, മന്ത്രിയും പടത്തലവനും എല്ലാം ഉണ്ട്. കന്നി വേട്ടയ്ക്ക് പോയിരിക്കുന്ന കുമാരൻ തിരികെ വരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. എന്തോ മായയ്ക്ക് സന്തോഷം തോന്നിയില്ല. എന്നാൽ ഒരു തരം ഭീതി തോന്നുകയും ചെയ്തു. കാനനത്തിനുള്ളിൽ ശരിക്കും വിഷ്ണുകുമാരൻ തന്റെ കഴിവ് പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു. അവന്റെ കൺമുന്നിലെത്തിയ ഒറ്റ മൃഗം പോലും രക്ഷപ്പെട്ടില്ല. തീഷ്ണ ബാണങ്ങളേറ്റ് അവയെല്ലാം പിടഞ്ഞു വീണു. യദുസിംഹനും നികുഞ്ചനും മുഖാമുഖം നോക്കി. തങ്ങൾ കരുതുന്നതിനേക്കാൾ 10 മടങ്ങ് മുന്നിലാണ് അവനെന്ന് അവർ അറിഞ്ഞു. ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ലെന്നും പ്രവർത്തിക്കാൻ നേരമായെന്നും യദുസിംഹന്റെ മനസ്സിൽ അരുൾപ്പാടുണ്ടായി. പറ്റിയ ഒരവസരത്തിന് അയാൾ കാത്തു.
ചത്തുവീഴുന്ന മൃഗങ്ങളെയൊക്കെ സേവകർ എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നേരം സന്ധ്യയാകാറാഞ്ഞിട്ടും യതിസിംഹന് ഒന്നും കഴിഞ്ഞില്ല. വിഷമവും കോപവും ഒന്നിച്ചുണ്ടായ അയാൾ നികുഞ്ചനെ കൈ കാണിച്ചു. വേട്ടയ്ക്ക് വന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും വിശ്വസ്തരായ പടയാളികളായിരുന്നു. മുന്നിൽ ഒരു മാനിനെ കണ്ടപ്പോഴേ കുമാരൻ ആവനാഴിയിൽ നിന്നും അസ്ത്രമെടുത്തു. തൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ചീറി വന്ന ഒരു അസ്ത്രം അവന്റെ വില്ല് തെറിപ്പിച്ചു കളഞ്ഞു. കുമാരൻ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ അടുത്ത അസ്ത്രം അവന്റെ നേരെ തൊടുക്കാൻ ഭാവിക്കുന്ന പടത്തലവനെ കണ്ടു. നികുഞ്ച! അവൻ ഗർജിച്ചു. നീ എന്താണ് കാണിക്കുന്നത്? മറുപടിയായി അയാൾ അട്ടഹസിച്ചു. ഞാൻ കുമാരനെ കൊല്ലാൻ പോവുകയാണ്. പെട്ടെന്ന് മന്ത്രിയും പടയാളികളും കൂടി അവനെ വളഞ്ഞു. കുമാരൻ വാൾ വലിച്ചൂരിയെടുത്തു. അപ്പോഴേക്കും നികുഞ്ചൻ അസ്ത്രം അയച്ചു. കുമാരൻ ഒഴിഞ്ഞു മാറിയിട്ട് കുതിരയുടെ കടിഞ്ഞാൻ ഇളക്കി. കൊടുങ്കാറ്റ് പോലെ കുതിര പാഞ്ഞു. വിടരുത്! നികുഞ്ചനും പടയാളികളും കുമാരന് പിന്നാലെ പോയി. മന്ത്രി യദുസിംഹൻ മറ്റൊരു വഴിക്ക് കുതിരയെ വിട്ടു. ഏറെ നേരം കഴിഞ്ഞു. ശത്രുക്കളിൽ നിന്നും തെന്നിയൊഴിഞ്ഞ് വിഷ്ണുകുമാരൻ ഒരു കുന്നിറങ്ങി വരികയായിരുന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുമുണ്ട് അവൻ. താഴെ അഗാധമായ ഗർത്തൻ അവൻ കണ്ടിരുന്നില്ല. പിന്നിലൂടെ വരുന്ന നികുഞ്ചന്റെ നേതൃത്വത്തിലുള്ള പോരാളികളുടെ ആരവം മാത്രമേ അവൻ ശ്രദ്ധിച്ചുള്ളൂ. അപ്പോൾ ഒരു പാറയ്ക്ക് പിന്നിൽ നിന്നും വിഷം പുരട്ടിയ അമ്പുമായി യദുസിംഹൻ പുറത്തു വന്നു. അയാൾ അമ്പ് വിഷ്ണുകുമാരനെ ലക്ഷ്യം വെച്ച് പായിച്ചു. അത് കൃത്യം അവന്റെ മാറു പിളർന്നു. അമ്മേ! ദിഗന്ധം പിളരുന്ന ഒരവസ്ഥയോടെ വിഷ്ണു കുതിരപ്പുറത്തു നിന്നും തലകുത്തി വീണു. കുതിര ഭയന്ന് ഓടിപ്പോയി. കുന്നിൻ ചെരുവിലൂടെ അപ്പോൾ താഴേക്ക് ഉരുളുകയായിരുന്നു കുമാരൻ. ഇടയ്ക്ക് ചില കാട്ടുപുല്ലുകളിൽ പിടിക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഒടുവിൽ അഗാധമായ ഗർത്തത്തിലേക്ക് പതിക്കുന്നതിനിടയിലുള്ള അവന്റെ നിലവിളി അകന്നകന്നു പോയി. നോ! താൻ വായിക്കുകയാണെന്നുള്ള വസ്തുതയും പരിസരവും മാറുന്ന അലറുകയായിരുന്നു CI ജയശേഖർ. അവൻ ഇപ്പൊ അങ്ങനെയൊന്ന് അനുഭവിച്ചതുപോലെയായിരുന്നു തോന്നിയത്. മൃദുലയും വിളറിപ്പോയിരുന്നു. എത്ര ദുഷ്ടനായ യദുസിംഹൻ! നീ പറഞ്ഞത് ശരിയാ മൃദുലെ. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും മാപ്പ് കൊടുക്കാൻ പറ്റുന്നവനല്ല യദുസിംഹൻ. അവന് തക്ക ശിക്ഷ കൊടുക്കണം. ജയശേഖരുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ക്ഷോഭം അടക്കാനാവാതെ CI ജയശേഖർ എണീറ്റ് ആ മൺഭരണിയിൽ നിന്നും കുറെ വെള്ളമെടുത്ത് കുടിച്ചു. അപ്പോഴേക്കും ഇനി എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിനായി ബാക്കി വായിക്കാൻ തുടങ്ങിയിരുന്നു മൃദുല. ജയശേഖർ വന്ന് കസേരയിൽ ഇരുന്നിട്ട് എല്ലാം ശ്രദ്ധയോടെ കേട്ടു. വാരിപുരം കൊട്ടാരത്തിൽ കന്നിവേട്ട കഴിഞ്ഞെത്തുന്ന രാജകുമാരനെ സ്വീകരിക്കാൻ കാത്തിരുന്നവർ ആ ദുഃഖവാർത്ത അറിഞ്ഞ് തല തല്ലിക്കരഞ്ഞു. രാജ്യം അക്ഷരാർത്ഥത്തിൽ ശോകമുഖമായി. ഒരു വലിയ മാനിനെ പിന്തുടരുന്നതിനിടയിൽ കുമാരൻ കുതിരപ്പുറത്തു നിന്നും തെറിച്ചു താഴെ വീണെന്നും അവിടെ നിന്നുരുണ്ട് ഗർത്തത്തിൽ പതിച്ചുവെന്നുമായിരുന്നു മന്ത്രിയും ഉപജാപക വൃന്ദവും എല്ലാവരെയും അറിയിച്ചിരുന്നത്. മായാകുമാരിയുടെ കണ്ണീർ ദിനങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും തോർന്നില്ല. തോഴിമാർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവൾക്കൊപ്പം ഇരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുപോലും അവർക്ക് കിട്ടിയില്ല. രാജ്യഭരണം ക്രമേണ യദുസിംഹന്റെ കയ്യിലായി. പട്ടാഭിഷേകം നടന്നില്ലെങ്കിലും അയാൾ തന്നെയാണ് രാജാവ് എന്നുള്ള അവസ്ഥ വന്നു. രാജഗുരുവിനെ പോലും ധിക്കരിച്ച് നികുഞ്ചനും അയാളും ചേർന്ന് കിരാതവാഴ്ച തന്നെ നടത്തി. നികുതികൾ വർദ്ധിപ്പിച്ചു. സുന്ദരികളായ പെൺകുട്ടികൾ അവരുടെ കിടക്കറയിൽ നിത്യവും എത്തിത്തുടങ്ങി. സമ്മതിക്കാത്തവരെ ബലമായി കൊണ്ടുവന്നു. എതിർക്കാൻ ശ്രമിച്ച മാതാപിതാക്കളെ കൊന്നൊടുക്കി. മായയുടെ തോഴിമാർ പോലും അവരുടെ കിരാതവേഴ്ചയ്ക്കിരയായി. ചിലർ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു രാത്രി യദുസിംഹൻ മായയുടെ കിടപ്പറയിലും എത്തി. തോഴിമാരെ പുറത്താക്കി നികുഞ്ചൻ അറക്കി കാവൽ നിന്നു. നിങ്ങൾ ഈ നേരത്തെ എന്തിനിവിടെ വന്നു? പുറത്തു പോകൂ! മായ ഗർജിച്ചു. പക്ഷേ യദുസിംഹൻ പോയില്ല. ഒരു വിടലച്ചിരിയോടെ അയാൾ അവളുടെ കിടക്കയിലിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുന്ദരി, നീ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് സുന്ദരമായ ഈ വദനം ക്ഷീണിപ്പിക്കുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. അതുകൊണ്ട് ഇനി നിനക്ക് സന്തോഷിക്കാനുള്ള ദിനങ്ങളാണ്. എന്റെ പട്ടമഹിഷിയായി നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ഇല്ലട ദുഷ്ട, നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. എന്റെ തമ്പുരാനു വേണ്ടി മാത്രം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഈ ശരീരത്തിനും മനസ്സിനും നിനക്ക് ഞാൻ അവകാശം തരില്ല. കുമാരി ചാടി എണീറ്റു. പക്ഷെ യദുസിംഹൻ അവളെ കരവലയത്തിൽ ഒതുക്കി. വിടടാ, വിടാൻ! കുതറിപ്പിടഞ്ഞ് രക്ഷപ്പെട്ട മായ പുറത്തേക്കോടി. യദുസിംഹനും നികുഞ്ചനും പിന്നാലെ പാഞ്ഞു. ഓട്ടം അവസാനിച്ചത് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലാണ്. അടുത്തു വരരുത്, ഞാൻ താഴേക്ക് ചാടും, മായ പറഞ്ഞു. പക്ഷേ യദുസിംഹനും നികുഞ്ചനും മുന്നോട്ട് ചെന്നു. അതിനനുസരിച്ച് അവൾ പിന്നോട്ട് മാറി. അവസാനം മട്ടുപ്പാവിൽ മായയുടെ കാൽ വഴുതി. തമ്പുരാനേ!
ഒറ്റ അലർച്ച. അത് താഴേക്ക് പോയി. തറയിൽ തലയിടിച്ച് വീണ മായ പിന്നെ അനങ്ങിയില്ല. തറയിൽ ചോര ചിതറിപ്പരന്നു. വായന നിർത്തി. മായയുടെ മരണം ഇപ്പോൾ അനുഭവിച്ചതുപോലെ മേശയിലേക്ക് തല ചായ്ച്ച് അല്പനേരം ഇരുന്നു പോയി മൃദുല. കഴിഞ്ഞ ജന്മത്തിൽ താൻ അനുഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ വിയർപ്പിൽ കുളിച്ചുപോയി അവൾ. ആ ഇലക്കെട്ടിൽ ഇനി ഒരേ ഒരു ഇല മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. CI ജയശേഖറോ മൃദുലയോ ഏതാനും മിനിറ്റ് നേരത്തേക്ക് ഒറ്റ അക്ഷരം പോലും സംസാരിച്ചിരുന്നില്ല. ജയശേഖർ മൃദുലയുടെ മുന്നിൽ നിന്നും ആ ഇലക്കെട്ട് തന്റെ അരികിലേക്ക് നീക്കിവെച്ച് അവസാന ഭാഗം വായിച്ചു. പിന്നീട് യദുസിംഹന്റെ ഭരണമായിരുന്നു വാര്യപുരത്ത്. അവസാനം രാജ്യഭരണം പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ അയാൾ ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്ന് നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു രാത്രി ആരും അറിയാതെ വാര്യപുരത്ത് മടങ്ങിയെത്തിയ രുക്മൻ എന്ന മന്ത്രവാദി കൊട്ടാരത്തിന് തീയിടുകയായിരുന്നു. എല്ലാം വെന്തു വെണ്ണീറായപ്പോൾ യദുസിംഹനും അവസാനിച്ചു. പക്ഷേ അധികകാലം കഴിയും മുമ്പ് അയാൾക്ക് പുനർജന്മം കിട്ടി, മാനവേദനായിട്ട്. പ്രിയപ്പെട്ട ജയശേഖർ, മൃദുലെ, ഇത്രയും എഴുതി വെച്ചത് ഞാനാണ്, രുക്മൻ എന്ന മന്ത്രവാദി. എല്ലാം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി. വായിച്ചു നിർത്തിയ ജയശേഖറുടെ മനസ്സിൽ സംശയം മുറ്റി. കൊട്ടാരത്തിന് രുക്മൻ തീയിട്ടു എന്നല്ലേ ഇതിൽ എഴുതിയിരിക്കുന്നത്? എന്നിട്ട് അവൻ ചുറ്റും പകച്ചു നോക്കി. പെട്ടെന്ന് ജയശേഖർ ഞെട്ടി. ഈശ്വര, നമ്മളിത് എവിടെയാണ്? ആ ശബ്ദം കേട്ടാണ് മൃദുല തലയുയർത്തിയത്. ഇരുവർക്കും ഒന്നും വിശ്വസിക്കാനായില്ല. തങ്ങൾ കൊട്ടാരത്തിന്റെ മുറിയിലല്ല, പകരം ഇരിക്കുന്നത് ഒരു വൃക്ഷച്ചുവട്ടിൽ, 2 കല്ലുകളിൽ. മങ്ങിയ നാട്ടുവെളിച്ചമുണ്ട്. മഴ ശമിച്ചിരിക്കുന്നു. കുറച്ചകലെ തങ്ങളുടെ കാർ കിടക്കുന്നത് അവർ കണ്ടു. മുന്നിൽ മേശയില്ല. ഇത്രയും നേരം തങ്ങൾ വായിച്ച ഇലക്കെട്ടില്ല. പെട്ടെന്ന് തൊട്ടരികിൽ ഒരു ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. നെടുങ്ങൻ കുപ്പായവും തൊപ്പിയും ധരിച്ച ഒരു രൂപം. നേരത്തെ തങ്ങളെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച അതേ രൂപം. നിങ്ങൾ അത്ഭുതപ്പെടുകയാണ് അല്ലേ? സ്ത്രീയുടേതുപോലെ തോന്നിപ്പിക്കുന്ന പുരുഷ ശബ്ദം. പണ്ട് കൊട്ടാരമുണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് നിങ്ങളിപ്പോ ഇരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞ രുക്മൻ എന്ന മന്ത്രവാദിയാണ് ഞാൻ. എല്ലാം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ ആത്മാവ് ഇവിടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നത്. ഇതോടെ എന്റെ ജോലി തീർന്നു. പിന്നെ ഒന്നുകൂടി, നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ആ മാനവേദൻ തന്നെയാണ് പഴയ യദുസിംഹൻ. അടുത്ത നിമിഷം രുക്മൻ എവിടെയോ മറഞ്ഞു. ഒപ്പം ഒരു കാറ്റ് വീശി വന്നു. അത് അവരുടെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിച്ചു, ചെല്ല്, ഈ രാത്രി പുലരും മുമ്പ് മാനവേദന തീർക്ക്. ജയശേഖരുടെ മുഖത്തൊരു വന്യഭാവമുണ്ടായി. അവൻ ചാടി എണീറ്റു. വാ മൃദുലേ. ഇരുവരും വേഗം ചെന്ന് കാറിൽ കയറി. പോയി കൊല്ല്, ആരോ അവരെ പ്രോത്സാഹിപ്പിച്ചു. ഇരുവരും സ്വയം മറന്നു. ഒരേ ഒരു ലക്ഷ്യം മാത്രം, IG മാനവേദൻ. ജയശേഖർ കാർ സ്റ്റാർട്ട് ചെയ്തു. ഭ്രാന്തമായ വേഗതയിൽ അത് മുന്നോട്ട് കുതിച്ചു. ഹെഡ്ലൈറ്റുകളിൽ പകയുടെ തീക്കനലുകൾ ഇളകി. ഇരുവരും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാർ എവിടേക്കോ പാഞ്ഞുകൊണ്ടിരുന്നു. ഒന്ന് കണ്ണു തുറന്നപ്പോൾ വല്ലാത്ത ദാഹം തോന്നി. IG മാനവേദന് തലയുടെ ഭാരം അപ്പോഴും കുറഞ്ഞിരുന്നില്ല. തപ്പിത്തടഞ്ഞ അയാൾ എണീറ്റപ്പോൾ കാലുകൾ വീഴ്ചുപോയി. ഒരു വിധേന ഡൈനിങ് റൂമിലെത്തി. അയാൾ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. പിന്നെ തിരികെ വന്ന് കിടക്കയിലേക്ക് മറിഞ്ഞു. അല്പം കഴിഞ്ഞു കാണും. ആസുരമായ വേഗതയിൽ ഒരു കാർ വന്ന് അവിടെ റോഡിൽ ബ്രേക്കിട്ടു. പെട്ടെന്നൊരു കാറ്റ് അവിടെ വട്ടം ചുറ്റി. ഗേറ്റിന്റെ കൊളുത്ത് തനിയെ അകന്നു മാറി. കാറിൽ നിന്നും കുതിച്ചിറങ്ങിയ CI ജയശേഖറും മൃദുലയും വീടിന് നേർക്ക് പാഞ്ഞു. മാനവേദൻ വാതിൽ വെറുതെ അടച്ചിരുന്നതേ ഉള്ളുവല്ലോ. ജയശേഖർ വാതിൽ തുറന്ന് അകത്ത് കയറി. പിന്നാലെ മൃദുലയും. ആരോ നയിക്കും പോലെ അവർ മാനവേദന്റെ ഓഫീസ് റൂമിലെത്തി. അതിനുള്ളിൽ ഇരുട്ടായിരുന്നെങ്കിലും അവർക്കിപ്പോൾ അയാളെ വ്യക്തമായി കാണാമായിരുന്നു. അവരുടെ കാഴ്ചയിൽ കട്ടിലിൽ കിടന്നിരുന്നത് മാനവേദൻ അല്ലായിരുന്നു, പകരം യദുസിംഹനായിരുന്നു. കൊട്ടാരത്തിലെ ഉറക്കറയിൽ സോമരസം നുകർന്ന് ഏതോ പെൺകുട്ടിയുടെ കന്നുകാത്തം കവർന്നിട്ട് തളർന്നുറങ്ങുന്ന യദുസിംഹൻ. മൃദുലയുടെ അണപ്പല്ലുകൾ ഞെരിഞ്ഞുടഞ്ഞു. അവളുടെ മനസ്സിൽ മാനം രക്ഷിക്കാൻ വേണ്ടി കൊട്ടാരത്തിന്റെ മട്ടുപാവിലേക്ക് ഓടുന്ന മായയുടെ രൂപം തെളിഞ്ഞു. കാമാർത്തിയോടെ പിന്നാലെ പായുന്ന യദുസിംഹന്റെ രൂപം തെളിഞ്ഞു. ജയശേഖർ ആണെങ്കിൽ വിഷം പുരട്ടിയ അമ്പുമായി ഒളിഞ്ഞു നിൽക്കുന്ന യദുസിംഹനെയാണ് കണ്ടത്. മാറുപിളർന്ന് ഗർത്തത്തിലേക്ക് പതിക്കുന്ന വിഷ്ണുവിനെയാണ് കണ്ടത്. യദുസിംഹ! അവൻ ശബ്ദമുയർത്തി വിളിച്ചു. IG മാനവേദൻ ഞെട്ടിയുണർന്നു. ഇരുളില് ആരോ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ കിടുങ്ങി. ആരാ? ശബ്ദം വിറച്ചു.
സൂക്ഷിച്ചു നോക്ക്, മനസ്സിലാകുമിട ചെകുത്താനേ നിനക്ക്, പറഞ്ഞുകൊണ്ട് മൃദുല ആ മുറിയിലെ ലൈറ്റ് തെളിച്ചു. താനോ? മാനവേദൻ ചാടി എണീറ്റു. താൻ എന്താ ഈ രാത്രി? അനുവാദം ചോദിക്കാതെ എന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ താൻ ആരാടാ പഠിപ്പിച്ചത്? ഏത് ക്യാമ്പിൽ നിന്നും കിട്ടിയ ട്രെയിനിങ് ആടാ ഇത്, അതും രാത്രിയിൽ? രാജശേഖർ ചിരിച്ചു. യദുസിംഹ, നിനക്കെന്നെ ഇനിയും മനസ്സിലായില്ലേ? എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ മാത്രം വളർന്നോ നീ? യദുസിംഹനോ? അതാരാ? പരിഭ്രമത്തിൽ മാനവേദൻ ചുറ്റും നോക്കി. നീ തന്നെ. ഒന്ന് ഓർത്തു നോക്കൂ നീ, കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നുവെന്ന്. എന്നിട്ട് ഞങ്ങളെ അറിയുമോ എന്ന് നോക്ക്. തന്റെ മുന്നിൽ നിൽക്കുന്ന CI ജയശേഖരുടെ സ്വബോധം തീർത്തും നഷ്ടപ്പെട്ടുവെന്ന് മാനവേദൻ ഉറപ്പായി. കഴിച്ച മദ്യത്തിന്റെ ലഹരിയെല്ലാം ആവിയായി പോയതും അയാൾ അറിഞ്ഞു. ജയശേഖർ, നീ ഇപ്പൊ പുറത്തു പോ. IG കൈ ചൂണ്ടി. പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തനിയെ അടഞ്ഞു. ലോക്ക് വീണു. അതുകൂടി കണ്ടപ്പോൾ മാനവേദന്റെ പരിഭ്രമമേറി. ജയശേഖർ! അല്ലട മന്ത്രി, വിഷ്ണു, വിഷ്ണു തമ്പുരാൻ, അങ്ങനെ വിളിക്ക്. നിസ്സഹായ ഭാവത്തിൽ അയാൾ മൃദുലയെ നോക്കി. കുട്ടി, എന്താ ജയശേഖർ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുട്ടിയോ? സർപ്പത്തെ പോലെ അവൾ ചീറ്റി. നീ എന്താ വിളിച്ചത്? വിളിക്കടാ, ചതിയാ എന്റെ മായി തമ്പുരാട്ടീന്ന്. എടാ വിളിക്കാൻ! മാനവേദന്റെ കണ്ണു തള്ളി. ഭാര്യയ്ക്കും ഭർത്താവിനും ഭ്രാന്താണോ ഈശ്വര? ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി? അയാൾ ചുറ്റും നോക്കി. ഇല്ല യദുസിംഹ, നിനക്കിനി രക്ഷപ്പെടാനാവില്ല. ചെയ്തു പോയതിനൊക്കെ ശിക്ഷ ഏറ്റുവാങ്ങാതെ നിന്നെ വിടില്ല ഞങ്ങൾ. ത്രിവിക്രമൻ തമ്പുരാന്റെയും ദുർഗാവതി തമ്പുരാട്ടിയുടെയും ചോരയ്ക്ക് മുതൽ ഞങ്ങൾ കണക്ക് ചോദിക്കും. മാനവേദൻ വിയർപ്പിക്കൊഴിച്ചു. ജയശേഖർ, പ്ലീസ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകും, നിനക്കെല്ലാം മനസ്സിലാകും. ശരിക്കും ഓർത്തു നോക്ക്. കഴിഞ്ഞ ജന്മത്തിലേക്ക് നിന്റെ മനസ്സിനെ പായിക്ക്. ഛേ! മാനവേദൻ കൈകൾ കൂട്ടിത്തിരുമി. പെട്ടെന്ന് അയാളുടെ തലച്ചോറിൽ ഒരു മിന്നലുണ്ടായി. അവിടെ അവ്യക്തമായ കുറെ ചിത്രങ്ങൾ. ക്രമേണ അത് തെളിയാൻ തുടങ്ങി. അറിയാതെ മാനവേദൻ മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്നത് ജയശേഖറും മൃദുലയുമായല്ല, മറിച്ച് വിഷ്ണുവുമായെന്നാണെന്നറിഞ്ഞു. വിഷ്ണു, മായേ, എന്നോട് പൊറുക്കണം. അന്ന് ഞാൻ അറിവില്ലാതെ അങ്ങനെയൊക്കെ ചെയ്തു പോയി. അയാൾ പറഞ്ഞു നിർത്തിയതും ജയശേഖർ കൈ ചുരുട്ടി ഇടിച്ചു. IG മാനവേദൻ പിന്നോട്ട് മറിഞ്ഞു. കൊല്ലരുത് തമ്പുരാനെ, എനിക്ക് ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. ജയശേഖരുടെ കണ്ണുകളിൽ 2 വൈരങ്ങൾ തിളങ്ങി. മൃദുല അയാളുടെ മുഖത്ത് കാറിത്തൊപ്പി. ജന്മങ്ങൾ എത്ര കഴിഞ്ഞാലും ചെയ്തു പോയ പാപങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് നിനക്ക് മനസ്സിലായോടാ? ആയി. ജയശേഖരുടെ കാതുകളിൽ രുക്മന്റെ ശബ്ദം മുഴങ്ങി. തമ്പുരാനെ, കാത്തു നിൽക്കാൻ സമയമില്ല, നേരം പുലരുകയാണ്. ജയശേഖർ അമർത്തിയൊന്നു മൂളി. പിന്നെ മൃദുലയെ നോക്കി. അവൾ മാനവേദനെ ആക്രമിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവളെ തടഞ്ഞുകൊണ്ട് ജയശേഖർ മുന്നോട്ടാഞ്ഞു. യദുസിംഹ, നിന്നെ ഞാൻ കൊല്ലാതിരിക്കാം, പകരം എന്നെ അനുസരിക്കണം നീ. അനുസരിക്കാം, എന്തു വേണമെങ്കിലും അനുസരിക്കാം, തൊഴുകൈകളോടെ മാനവേദൻ പറഞ്ഞു. ശരി. അയാൾ ചുറ്റും നോക്കി. എന്താ തമ്പുരാനെ, ഈ പാപിക്ക് മാപ്പ് കൊടുക്കാൻ പോവുകയാണോ എന്ന്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ കൈകൊണ്ടാവും ഇവന്റെ മരണം. നീ ഒന്ന് അടങ്ങുമായേ. ജയശേഖരുടെ കണ്ണുകളിൽ ഒരു പ്ലാസ്റ്റിക് ചരട് ഉടക്കി. ബാത്റൂമിന്റെ വാതിൽക്കൽ കർട്ടൻ കെട്ടിയിരിക്കുകയായിരുന്നു അത്. അയാൾ അത് അഴിച്ചെടുത്തു. നല്ല ബലമുള്ള ചരട്. അതയാൾ മാനവേദന്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. മേശപ്പുറത്ത് കയറി നിന്ന് ഫാനിൽ കെട്ട്. നിസ്സഹായ ഭാവത്തിൽ ജയശേഖരെ ഒന്ന് നോക്കിയ ശേഷം അയാൾ മേശപ്പുറത്ത് കയറി കയറിന്റെ ഒരറ്റം ഫാനിൽ കെട്ടി. പിന്നെ ചോദ്യഭാവത്തിൽ നോക്കി. താഴെ ഒരു കുടുക്കിട്. എന്തിനാ? എന്നെ കൊല്ലാനാണോ തമ്പുരാനെ? അല്ല, പറയുന്നത് ചെയ്യ മന്ത്രി. അയാൾ അതും അനുസരിച്ചു. ഇനി ആ തല കുടുക്കിലേക്കിട്. എനിക്ക് പേടിയാ. ഇടാൻ. എന്നിട്ട് വേണം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ. മാനവേദൻ അനുസരിച്ചു. വേഗം 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 വേഗം, ഇപ്പോൾ എല്ലാവരും ഉണരും. കാതിൽ രുക്മന്റെ ശബ്ദം. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് നിനക്ക് നല്ല ധാരണയുണ്ടല്ലോ അല്ലേ യദുസിംഹ? ഉണ്ട്. നന്നായി. പറഞ്ഞതും ജയശേഖർ ഒന്ന് വട്ടം കറങ്ങി. അയാളുടെ കാൽ മാനവേദന്റെ കാലുകളിൽ ഒരു കൂടം പോലെ പതിഞ്ഞു. മാനവേദന് മേശയിലെ ബാലൻസ് പോയി. ഒന്ന് നിലവിളിക്കാനായി വായി തുറന്നതേയുള്ളൂ. പ്ലാസ്റ്റിക് കയർ വേഗം മുറുകി. അതുകൊണ്ട് ശബ്ദം പുറത്തു വന്നില്ല. ഏതാനും സെക്കൻഡുകൾ മാനവേദൻ കയറിൽ കിടന്ന് പിടഞ്ഞു. പിന്നെ കണ്ണുകൾ തുറച്ച് നാവ് പുറത്തേക്ക് നീട്ടി നിശ്ചലമായി.
പോകാം. ജയശേഖർ മൃദുലയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. അടഞ്ഞ വാതിൽ തനിയെ തുറക്കപ്പെട്ടു. അവർ പുറത്തിറങ്ങിയ ഉടനെ അടഞ്ഞ് കൊളുത്തു വീണു. രുക്മന്റെ ആത്മാവ് സഹായിക്കുകയാണ്. വിസിറ്റിംഗ് റൂം കടക്കുമ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു. അവർ കാറിൽ കയറി. കാർ തിരിച്ച് ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി പാഞ്ഞുപോയി. രാത്രി ഉറങ്ങാതിരുന്നത് കാരണം വിജയരാഘവനും ഭാര്യ പത്മിനിയും നേരം പുലരാറായപ്പോഴേക്കും ഒന്ന് മയങ്ങിപ്പോയി. അന്തരീക്ഷത്തിൽ തൂങ്ങിയാടി പിടയുന്ന രണ്ടു കാലുകൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് വിജയരാഘവൻ ഞെട്ടി ഉണർന്നത്. അപ്പോൾ നേരം നന്നായി പുലർന്നിരുന്നു. അയാൾ തിടുക്കപ്പെട്ട് എണീക്കുന്നതിനിടയിൽ ഭാര്യയെ നോക്കി. ആ മുഖത്ത് ഭീതിയുടെ പല ഭാവങ്ങൾ മിന്നിമറയുന്നത് അയാൾ കണ്ടു. പത്മിനി, ഏയ്! അയാൾ അവരെ കുലുക്കി വിളിച്ചു. ഒരു നിലവിളിയോടെയാണ് പത്മിനി കണ്ണുകൾ തുറന്നത്. അവർ ഭർത്താവിനെ തുറിച്ചു നോക്കി. കൊല്ലുന്നു? ഏ? കെട്ടിത്തൂക്കി കൊല്ലുന്നു? പത്മിനി! അയാൾ അവരുടെ തോളിൽ തട്ടി. ഭർത്താവിനെ ഇറുകെ പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, കൺമുന്നിൽ നടന്നതുപോലെ ഞാൻ കണ്ടത്. ഏതാണ്ട് അതേ രൂപത്തിലൊരു സ്വപ്നം ഞാനും കണ്ടടി. അയാൾ താൻ കണ്ടത് പറഞ്ഞു. എന്തോ എനിക്ക് ആകെ ഭയം തോന്നുന്നു. പിള്ളേര് ഇതുവരെ വന്നുമില്ല. വിജയരാഘവന്റെ ഭാവം മാറി. ഇന്നിങ്ങ് വരട്ടെ, നല്ലത് കൊടുക്കുന്നുണ്ട് ഞാൻ. വിജയരാഘവൻ പുറത്തേക്ക് പോയി. പത്രക്കാരൻ എത്തിയോ എന്നറിയാൻ വാതിൽ തുറന്ന അയാൾ അത്ഭുതപ്പെട്ട് ഒരു നിമിഷം നിന്നുപോയി. മുറ്റത്ത് ജയശേഖരുടെ കാറ് കിടക്കുന്നു. അവനും ഭാര്യയും അതിനുള്ളിൽ ഇരുന്ന് ഉറങ്ങുന്നത് അയാൾ കണ്ടു. ഇവരെപ്പോഴെത്തി? പത്മിനി! ഭർത്താവ് വിളിക്കുന്നത് കേട്ട് അങ്ങോട്ട് വന്ന പത്മിനിയും അമ്പരന്നു. അച്ഛൻ വഴക്ക് പറയുമെന്ന് കരുതി രണ്ടും കൂടി കാറിൽ തന്നെ ഇരുന്നതാ. വിജയരാഘവൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു. കാറിന്റെ ഗ്ലാസുകൾ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. ജയ, എടാ ജയ! ഗ്ലാസിൽ പതിയെ തട്ടിക്കൊണ്ട് അയാൾ വിളിച്ചു. ജയശേഖറും മൃദുലയും ഞെട്ടി ഉണർന്നു. അവർ മുഖാമുഖം നോക്കി. പിന്നെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു. തങ്ങൾ എപ്പോ ഇവിടെ എത്തി? ഏതായാലും ഡോർ തുറന്ന് അവർ ഇറങ്ങി. എന്താടാ വന്നിട്ട് കാറിൽ തന്നെ ഇരുന്ന് കളഞ്ഞത്? അത് വേണ്ട വേണ്ട, ന്യായങ്ങളൊന്നും നിരത്തണ്ട. രാത്രി എത്ര തവണ ഫോണിൽ വിളിച്ചു, ഒരിക്കൽ പോലും റേഞ്ച് ഇല്ല. നിന്റെ ഭാര്യ വീട്ടിൽ മൊബൈൽ ഫോണിന് റേഞ്ച് കിട്ടില്ലേ? അതോ റേഞ്ച് കിട്ടാത്ത വല്ല സ്ഥലത്തുമായിരുന്നോ രാത്രി? ഞാൻ നിന്റെ അമ്മയും രാത്രി ഉറങ്ങിയിട്ടില്ല. കണ്ണടച്ച ദുസ്വപ്നങ്ങൾ. അച്ഛന്റെ ചോദ്യങ്ങൾക്കൊന്നും ജയശേഖറിന് ഉത്തരമില്ലായിരുന്നു. മക്കളെ, പോയി ഫ്രഷ് ആക്, ബാക്കിയൊക്കെ പിന്നെ, പത്മിനി പറഞ്ഞു. അയാൾ അകത്തേക്ക് നടന്നു. അമ്മ ഇപ്പൊ കാപ്പിയിടാം. പത്മിനി അടുക്കളയിലേക്ക് പോയി. മുറിയിലെത്തിയ ജയശേഖർ മൃദുലയുടെ തോളിൽ പിടിച്ച് തന്റെ നേരെ തിരിച്ചു നിർത്തി. ഇന്നലെ രാത്രിയിൽ എന്തൊക്കെയാ നടന്നത്? ഒന്നും ശരിക്കും അങ്ങോട്ട് ഓർക്കാനാവുന്നില്ല. ഒരു പുകമറയ്ക്കുള്ളിൽ എന്ന വണ്ണം. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. എന്നാലും രാജാവ്, രാജ്ഞി, പിന്നെ മന്ത്രി. ശരിയാ. പിന്നെ നമ്മൾ IG സാറിന്റെ വീട്ടിൽ പോയോ? അദ്ദേഹത്തെ കൊന്നോ? മൃദുല അയാളെ തുറച്ചു നോക്കി. നമ്മള് കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും ജയേട്ടാ. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. ജയശേഖർ റിസീവർ എടുത്തു. യെസ്. അവന്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറിയുന്നത് മൃദുല കണ്ടു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉദ്യോഗത്തോടെ അവനോട് തിരക്കി. എന്താ ചേട്ടാ? SA ആണ് വിളിച്ചത്. IG മാനവേദൻ സാർ ആത്മഹത്യ ചെയ്തെന്ന്. ഏ? തലയിൽ ഒരു കൂട കൊണ്ട് അടിച്ചതുപോലെ മൃദുല കിടുങ്ങിപ്പോയി. അപ്പോ നമ്മൾ? എനിക്കൊന്നും അറിയില്ല മൃദുലെ. തളർച്ചയോടെ അവൻ കട്ടിലിൽ ഇരുന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞു. IG മാനവേദന്റെ ശരീരം വൈദ്യുതി ശ്മശാനത്തിൽ അലിഞ്ഞു ചേർന്നു. വൈകിട്ട് വീട്ടിലെത്തിയ CI ജയശേഖരനോട് മൃദുല ആദ്യം ചോദിച്ചത് ഇതാണ്. ജയേട്ടാ, മാനവേദ സാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? വന്നു. എന്നിട്ട്? ആത്മഹത്യയാണ് പോലും. ഈശ്വര! മൃദുല നെഞ്ചിൽ കൈവച്ചു. എന്താ മായത്തമ്പുരാട്ടി? അങ്ങനെയല്ലായിരുന്നെങ്കിലേ നമ്മൾ തൂങ്ങിയേനല്ലോ. അല്ലെങ്കിലും നമ്മൾ തൂങ്ങും. എങ്ങനെ? ദാ ഇങ്ങനെ. പറഞ്ഞതും അവൻ അവിടെ വാരിപ്പുണർന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ നോവലുമായി വീണ്ടും കാണാം. ഹൈപ്പ് കൊടുക്കാൻ ആരും മറക്കരുത്. നന്ദി.